മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വേദവാക്യം. മർക്കോസ് 13:58. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല. ഇതായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ച ദൈവജനം യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരു ദൈവ പൈതലിന് പഴയ അവസ്ഥയിൽ നിന്നും ദൈവ പൈതലായി മാറാൻ, ദൈവത്തിൻ്റെ മകൻ എന്ന പദവിയിലേക്ക് വരുവാൻ ബൈബിൾ പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വാഗുണ്ടേറ്റു പറയുകയും ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് നിത്യത കിട്ടും. നിത്യത അവകാശമാക്കാൻ കുറച്ചുകൂടി യേശുവിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? സന്തോഷിപ്പിൻ. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത്. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതുവാൻ, പേര് കുറിക്കപ്പെടുവാൻ നാം ചെയ്തത് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, നീതിക്കായി വാഗുണ്ടേറ്റു പറഞ്ഞു. അപ്പൊ നമുക്ക് നിത്യത അവകാശമായി, നിത്യത ദൈവം നമുക്ക് തന്നു. എന്നാൽ ആ നിത്യതയുമായി ബന്ധത്തിൽ നമ്മൾ വിശ്വസിച്ച വിശ്വാസം കർത്താവിന്റെ കാഹള ശബ്ദം വരെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, നമ്മളോട് ദൈവം അരുളി ചെയ്ത ആമേൻ ആ അരുളപ്പാടുകൾ, ഇതെല്ലാം നാം പ്രാപിക്കണമെങ്കിൽ ആ യേശുവിനെ വിശ്വസിക്കാൻ ഏറ്റുപറയാനുണ്ടായ വിശ്വാസം പോരാ, ഒരാഴമായ വിശ്വാസം വേണം. ആമേൻ. നിത്യത കൈവശമാക്കാൻ നിങ്ങൾ വിശ്വസിച്ച വിശ്വാസം, അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, കർത്താവേ ഈ സത്യം ഞാൻ അറിഞ്ഞു, ഞാൻ റെഡിയാ. പഴയ പാരമ്പര്യത്തെ വിട്ടു, വിഗ്രഹാരാധനയെ വിട്ടു, അനാചാരങ്ങളെ വിട്ടു, നാം യേശുവിനെ വിശ്വസിച്ച് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു. എന്നാൽ അത് നോർമലായിട്ട് നടക്കുന്ന കാര്യമല്ല, പരിശുദ്ധാത്മാവില സംഭവിക്കുന്നത്. ബൈബിൾ പറയുന്നു, ഒരുവൻ യേശുവിനെ കർത്താവെന്ന് വാഗുണ്ടേറ്റു പറയണമെങ്കിൽ പരിശുദ്ധാത്മാ നിയോഗമില്ലാതെ കഴിയത്തില്ല. അപ്പൊ പരിശുദ്ധാത്മാവിലാണ് നാം യേശുവിനെ വിശ്വസിച്ചതും ഏറ്റെടുത്തതും. എന്നാൽ നമ്മൾ പഠിക്കുന്നത് അതിനപ്പുറം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലത് ചെയ്യാൻ നമ്മുടെ അകത്തൊരു വിശ്വാസം പ്രവർത്തിച്ചേ പറ്റൂ. ആമേൻ. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഒരു വിശ്വാസം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേ പറ്റൂ. എന്ന് വെച്ചാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാതിരിക്കുന്ന അദൃശ്യ ശക്തികളെ നിങ്ങളുടെ നന്മയ്ക്കോ നിങ്ങളുടെ വാഗ്ദത്തത്തിനോ നിങ്ങളുടെ അവകാശത്തിനോ ഏതുമാവട്ടെ പ്രവർത്തിക്കുന്ന പോരാടുന്ന ആ പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കാൻ നിങ്ങൾ ആ വിശ്വാസം പോരാ, ഇവിടെ ആഴമായ വിശ്വാസം വേണം. അതാണ് നമ്മൾ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ വിശ്വാസം ഞാൻ അവൻ ഇസ്രായേലിൽ കണ്ടിട്ടില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ ശുദ്ധമാക്കണം, മനസ്സുണ്ടെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവെന്ന്
സകലതും സത്യം. വിശ്വസിക്കുന്നുവോ? ഊവ് കർത്താവേ. അവിടെയല്ലേ നമ്മൾ വന്ന് നിന്നേ? സഭ ഒരുമിച്ച് പറഞ്ഞേ, വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? ഊവ് കർത്താവേ. അവിടെയായിരുന്നു നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയതല്ലേ? മത്തായി സുവിശേഷം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. 9:28. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് അവര് പറഞ്ഞു, ഊവ് കർത്താവേ എന്നവർ പറഞ്ഞു. അടുത്തത് അവനവരുടെ കണ്ണു തൊട്ടു. നോക്കിക്കേ, വിശ്വസിക്കുന്നു, ഞങ്ങൾ അതങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നു, അതിന് ഒരു സംശയമില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു അവരുടെ കണ്ണുകളെ തൊട്ടു. നിങ്ങൾ വിശ്വസിച്ച് ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന ആ സെക്കൻഡിൽ ഒരു കരം നിങ്ങളെ തൊട്ടിരിക്കും. സ്തോത്രം, സ്തോത്രം, ആമേൻ. ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ച് അതിന് ഊവ് യെസ് എന്ന് പറഞ്ഞ നിമിഷം ഇതാ ഒരു കരം നിങ്ങളെ തൊടുവാൻ വേണ്ടി നീണ്ടുവരികയാണ്. ഒരു കരം. ഏത് വിഷയത്തിലാണോ നീ വിശ്വസിച്ചത്, ഏത് വിഷയത്തിന്റെ നടുവിലാണോ നീ വിശ്വസിച്ചത്, ആ വിഷയത്തിൽ തന്നെ നിന്നെ തൊടേണ്ടതിന്, നിന്നെ സ്പർശിക്കേണ്ടതിന്, നിന്നെ തൊട്ട് വിടുവിക്കേണ്ടതിന് ഒരു കരം നിനക്ക് നേരെ ഈ പകൽ ഇറങ്ങി വരികയോ? ഇറങ്ങി വരുന്നു. ഓക്കെ, അടുത്തത് അവൻ മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം നിങ്ങളൊന്നെടുത്ത് അതിന്റെ 20-ാമത്തെ വാക്യം സുപരിചിതമായൊരു വേദവാക്യം തന്നെയാണ്. ആമേൻ. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയി. ഇന്ന് ഞാൻ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന മെസ്സേജ് വാക്യമൊന്നും കടുകട്ടിയായ വാക്യമല്ല, സിമ്പിളായ പഴയ ചില വാക്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, അതിൻ്റെ മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ നഗരത്തിലേക്ക് യേശുവും കൂട്ടരും കടക്കുമ്പോൾ യേശുവിന് വിശന്നു, അല്ലെങ്കിൽ അവൻ വിശന്ന അരുമനാഥൻ അത്തിയെ നോക്കുന്നു. എന്തിനാ നോക്കിയത്? തന്റെ വിശപ്പടക്കാൻ അത്തിയിൽ ഫലം കണ്ടു. മെൽവിനെ ആ മുൻപിലത്തെ വാക്യം വന്നിട്ട് മോനെ. സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടു പോകും. അടുത്ത താഴ്ത്തോട്ട്. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അതല്ല, അതിന് മുന്നിലുള്ള വാക്യമുണ്ട്. അവര് അത് അവിടെ കേട്ടിട്ട് അവരവിടെ ചെന്നപ്പോൾ, അവൻ യേശുവിന് വിശന്നപ്പോൾ അവൻ അത്തിയിൽ അവൻ ഫലമന്വേഷിച്ചു എന്ന വാക്യമില്ലേ? 12-ാമത്തെ വാക്യം അല്ലേ? 12 മോനെ. ബെഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അപ്പോൾ അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ എന്തല്ലായിരുന്നു? എന്റെ ഒരു ചോദ്യം ഇതിനകത്ത് പ്രസക്തമാണ്, നിങ്ങളുടെ അകത്തും കാണും. യേശു ഇവിടെ കാണിക്കുന്നതും പറയുന്നതും ഒരു പ്രതിഭാസമല്ലേ എന്നൊരു ചിന്ത നമ്മുടെ അകത്ത് വരാം. കാരണം എന്നാണെന്നറിയോ? അത്തിപ്പഴത്തിന്റെ സീസൺ അല്ലാഞ്ഞിട്ടും അത്തിയെ ഉണ്ടാക്കിയവൻ, അത്തിയെ സൃഷ്ടിച്ചവൻ, അത്തിക്ക് പേര് കൊടുത്തവൻ അത്തിയുടെ അടുക്കൽ വന്നിട്ട് ഓരോ വൃക്ഷത്തെ ഉണ്ടാക്കുമ്പോഴും വൃക്ഷത്തെ സൃഷ്ടിച്ച ദൈവം, ആ വൃക്ഷത്തിൽ ഫലമുളവാക്കാൻ സീസണെ കൽപ്പിച്ചാക്കിയ ദൈവം, ഇവനറിയത്തില്ലേ ഇത് അത്തിയുടെ സീസൺ അല്ല എന്നവൻ തമ്പുരാൻ അറിയത്തില്ലേ? എന്നിട്ടും ഉണ്ടാക്കിയവൻ,
പേരിട്ടവൻ, സീസൺ കൽപ്പിച്ചവൻ അതിന്റെ അടുക്കൽ വന്ന് അത്തി അന്വേഷിക്കുന്നു. ഒന്ന് രാവിലെ ഞാൻ ഈ വാക്യം എഴുതുമ്പോൾ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദൈവമേ, അങ്ങേക്കറിയാമല്ലോ സീസൺ അല്ല എന്ന്, എന്നിട്ടും എന്ത് കൊണ്ട് അങ്ങ് ഇതിൽ അന്വേഷിച്ചു? തമ്പുരാനോട് പറഞ്ഞു, ശരിക്ക് വായിക്കണം. അവൻ വായിച്ചാൽ മാത്രം പോരാ, ചരിത്രം കൂടി വായിക്കണം. അന്നത്തെ കാലത്ത് ഇസ്രായേലി പാലസ്തീനിലുള്ള അത്തിക്ക് 2 തരത്തിലെ ഫലം പുറപ്പെടുവിക്കുന്ന രീതിയുണ്ട്. ഒന്ന്, സീസണിൽ ഉള്ള ഫലം, അത് 100% ഫലമാണ്. എന്നാൽ സീസൺ കഴിഞ്ഞാൽ തലക്കനി എന്ന് പറയുന്ന ഒരു സീസൺ ഉണ്ട്. യേശു വന്നത് ആ സീസണാണ്. എന്ന് വെച്ചാൽ അവൻ 100% കായ്ക്കുന്ന സീസണിലല്ല യേശു ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. പകരം ഈ 100% സീസണിൽ പറിച്ചു കഴിഞ്ഞാലും അതേ അത്തിയിൽ തലക്കനി എന്ന് പറയുന്ന പരദേശിക്കെടുക്കാൻ കഴിയുന്ന ഒരു കനി അതിലുണ്ടായിരിക്കും. എന്നാൽ യേശു അന്വേഷിച്ചത് അതാണ്. അതുപോലും ഇപ്പോൾ കാണുന്നില്ല. ദൈവപൈതലേ, അവൻ കൽപ്പിച്ചാക്കിയവനും ആക്കി വെച്ചവനും സീസൺ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സൃഷ്ടാവ് അന്വേഷിക്കുന്നത് സീസണ് മാത്രം കായ്ക്കുന്ന ഒരത്തിയായി നിൽക്കാനല്ല, സീസണും അല്ലാത്ത സമയത്തും കായ്ക്കുന്ന ഒരത്തിയായി നിൽക്കാനാണ് ദൈവം നമ്മെ ആക്കി വെച്ചത്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേൻ. ഒന്നുകൂടി പറയാം, യേശു കടന്നു വന്നു. അവന് അനീതിയുടെ ദൈവമല്ലല്ലോ, അനീതിയുടെ ദൈവമല്ല. അനീതി ചെയ്യാൻ അവൻ മനുഷ്യനുമല്ലല്ലോ. അതുകൊണ്ട് ദൈവം നോക്കിയിട്ട് ഒന്നും പ്രതീക്ഷിച്ചതുപോലെ കണ്ടില്ല. കർത്താവ് ആദ്യമായി ഒരു കാര്യം ചെയ്തു. ഒന്ന് വായിക്കാമോ? ശ്രദ്ധിച്ചോ? പിറ്റേന്നാൾ അവർ ബെഥാന്യ വിട്ടുപോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തുനിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് മതി. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യേശു അത്തിയെ ശപിച്ചു. ഇനി 20ാമത്തെ വാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചത്. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത്. തിരിച്ച് ക്രൂസൈഡ് കഴിഞ്ഞ്, കൺവെൻഷൻ കഴിഞ്ഞ്, മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അവർ ബെഥാന്യ വഴി ആ അത്തിയുടെ കീഴെ കൂടി ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ശിഷ്യന്മാർ ഒരു കാര്യം ഓർത്തു. പെട്ടെന്ന് ശിഷ്യന്മാരുടെ കണ്ണുകൾ അവൻ പതിഞ്ഞു. എന്തിനാണെന്നറിയാമോ? യേശു അങ്ങോട്ട് പോയപ്പോൾ ശപിച്ച അത്തിയെ. ഉടനെ യേശു അവരോട് പറയാണ്, ശിഷ്യന്മാർ പറയാണ്, ഗുരു, യജമാനനെ, അങ്ങൊന്ന് നോക്കിക്കേ, അങ്ങോട്ട് പോയപ്പോൾ ശപിച്ച അത്തിയെ, ശപിച്ച അത്തി ഇപ്പൊ വേരോടെ എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. ഒരാമേൻ പറ. ആമേൻ. ഇതിനകത്തൊന്നൊരു ദൂതൻ നിങ്ങളോട് പറയാം. യേശു ഒരു വാക്ക് പറഞ്ഞാൽ, സ്തോത്രം, ഫലം മാത്രമല്ല ഉണങ്ങുന്നത്, അതിന്റെ അടിവേര് വരെ ഉണങ്ങും. ഒന്നുകൂടി പറയാം, യേശു ഒരു കാര്യം ശാസിച്ചാൽ, യേശു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ പുറത്തെ ഫലം മാത്രമല്ല പോകുന്നത്, അതിന്റെ തായ്വേര് പോലും ഉണങ്ങിപ്പോകും. ഞാൻ ഒന്നുകൂടി പറയാം. ആമേൻ, സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലെ ആഴമായ രോഗങ്ങളോ മുഴകളോ പോലുള്ള എന്തെങ്കിലും അകത്താകട്ടെ പുറത്താകട്ടെ ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കുറിച്ചു വെച്ചോ. അത് പുറത്തു മാത്രമല്ല, അതിന്റെ ആഴത്തിൽ പോലും അത് ഉണങ്ങുന്ന രീതിയിൽ ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി പകൽ ചലിച്ചിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ചൊന്ന് സ്തുതിച്ച് അസാധാരണമായ ഹീലിംഗ് ഈ പകൽ ഇതിനകത്ത് സംഭവിക്കും. അസാധാരണമായ രോഗസൗഖ്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കും. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, എവിടെയൊക്കെയോ ഏതൊക്കെയോ നാളുകളായിട്ട് മാറാത്ത ചിലത്, മാറിപ്പോകാത്ത ചിലത്, യെസ്, അതെ, ഞങ്ങളെ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അവരുടെ അകത്ത് പോലും അൾസർ പോലെ, കുടലിനകത്ത് അൾസർ പോലെ, കുരുക്കൾ പോലെ നിറയപ്പെട്ട ചിലത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ദൈവം ഇത് എടുത്തു മാറ്റാൻ പോകുന്നു. പരിശുദ്ധൻ പറയുന്നു, വേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനം അഴച്ച് അവരെ സൗഖ്യമാക്കുന്നു.
സൗഖ്യമാക്കുന്നു, സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഒരു കാര്യം പറയുക, കൈ തൊടാതെ ഒരു ശസ്ത്രക്രിയ ഇന്ന് മക ദൈവം ചെയ്യാൻ പോകുക. ഒരു കത്തി വെക്കാതെ ആരും തൊടാതെ, നിന്റെ ശരീരത്തിന്റെ ഒരു മുറിപ്പാട് പോലും ഇല്ലാതെ, ഒരു ചോര പോലും പൊടിക്കാതെ, ഹല്ലേലൂയ, അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവനായ ദൈവത്തിന്റെ കണ്ണുകൾ നോക്കി ഈ പകൽ ഒരു ക്രിയ ദൈവം ചെയ്യും. സബന ഹൽക്കനാദല യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് വേരോടെ ഉണങ്ങിപ്പോക. ഈ പകൽ ആടുടക്കിയ ദൈവത്തിന്റെ ആത്മ പറയുന്നു, കഴിഞ്ഞ കാലങ്ങളായി കിടക്കുന്ന ചില ശാപത്തിന്റെ കെടുതികൾ യേശുവിന്റെ ഒറ്റ വാക്കിനാൽ അത് വേരോടെ ഇന്ന് പകൽ ഉണങ്ങി മാറാൻ പോകുക. യേശുവിന്റെ വാക്കിനാൽ യെസ്, നീ നന്മ പ്രാപിക്കാതിരിക്കാൻ, നീ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ, നിന്റെ കുഞ്ഞുങ്ങൾ തളർക്കാതിരിക്കാൻ, ഫലം കായ്ക്കാതിരിക്കാൻ, നിന്റെ കുടുംബത്തിന് തലമുറയ്ക്കുമെതിരെ പിശാച് കെട്ടിയത് ഈ പകൽ യേശുവിന്റെ നാമത്തിൽ അത് ആഴത്തിൽ നിന്ന് ദൈവം എടുത്തു മാറ്റുക. ഉടമന ഘടകതല ജനഘടകതന റീബൽ പൗഷംദൽ ഘടകതന ഉടാ രബാദ സേകേദലേ ഹൽക്കന ഘടകച്ചല. സ്തോത്രം. ഭൂമിയെ അല്ലേ, യോബിന്റെ പുസ്തകം പറയുന്നു, ഭൂമിയെ അതിന്റെ അച്ചുതണ്ട് നിർത്തി അതിന്റെ ഭ്രമണപഥത്തെ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് അല്ലേ, ആമേൻ, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ നക്ഷത്രങ്ങളെല്ലാം ഒന്നും കൂട്ടിമുട്ടാതിരിക്കാൻ, തമ്മിൽ കൂട്ടിമുട്ടി ഒരു സ്ഫോടനം ഉണ്ടാകാതിരിക്കാൻ നക്ഷത്രങ്ങളുടെ താരാപഥത്തിൽ അതിനെ കൃത്യമായി അണിയിച്ചൊരുക്കി. ആമേൻ, ഭൂമി കറങ്ങുമ്പോൾ അല്ല, ഗാലക്സികൾ തമ്മിൽ കൂട്ടിമുട്ടാതെ അതിന്റെ അകലം, അതിന്റെ നീളം, അതിന്റെ ഉയര കൃത്യമായി നിയമിച്ചാക്കിയ തമ്പുരാൻ ഇന്ന് മകൻ നിന്നോട് പറയുന്നു, ചിലതിന്റെ മേൽ ഒരു വലിയ വിടുതൽ എന്റെ ദൈവം കൽപ്പിക്കുക. ജീസസ് ജീസസ് ഇന്ന് മകൾ എന്നോടാണ് ഈ ദൂത് എന്ന് വിശ്വാസമുള്ളവർ ആത്മാവിൽ ആരാധിച്ചേറ്റെടുത്ത് ഇന്നത്തെ ദൂത് എന്നോട്, ഇന്നത്തെ ദൂത് എന്റെ കുടുംബത്തോട്, യെസ്, ഞങ്ങൾ ആത്മാവിൽ ലൈവിലുള്ളവരോട് പ്രവചിച്ചു പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, ആ ഇരിക്കുന്നിടത്ത് നിങ്ങൾ കിടക്കുന്ന കിടപ്പിൽ ഏത് രോഗിയാകട്ടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുക. ഞങ്ങൾ തൊടുകയില്ല, പക്ഷേ യേശുവിന്റെ കരം ഇറങ്ങി വരികയോ. സ്പെഷ്യലി ആത്മാവനോട് പ്രവചിച്ചാൻ പറയുന്നു, ആമെ തൈറോയിഡുമായി ബന്ധപ്പെട്ട് ഇന്ന് എല്ലാറ്റിനും ദൈവം സൗഖ്യമാക്കുക. യേശുവിന്റെ നാമത്തിൽ തൈറോയിഡുമായി ബന്ധപ്പെട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തൈറോയിഡുകൾ നോർമൽ ആവട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങ് വ്യാജം പറയത്തില്ല, അങ്ങ് കള്ളം പറയത്തില്ല, അങ്ങ് ഭോഷ്ക് പറയാൻ മനുഷ്യനല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു തൈറോയിഡുകൾ നോർമൽ ആവട്ടെ. നോർമൽ ആകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തൈറോയിഡുകൾ നോർമൽ ആവട്ടെ. ചില ക്രിയകൾ നടക്കുക, ക്രിയാറ്റിന്റെ അളവുകൾ നോർമൽ ആകുന്നു എന്ന് ആത്മാവ് എന്നോട് പറയുന്നു. ക്രിയാറ്റിന്റെ അളവുകൾ നോർമൽ ആകുന്നു യേശുവിന്റെ നാമത്തിൽ. ഓ, ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. ഇന്നു മുതൽ കുടുംബങ്ങളുടെ അകത്ത്, സഭയുടെ അകത്ത് മിറക്കിൾ സംഭവിക്കട്ടെ. Oh Jesus. ആമേൻ. ഈ ലൈവിലൂടെ ആമേൻ, എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ പിള്ളേർക്ക് കാണാം. ആമേൻ, ലൈവിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജോസ്
എന്നൊരു പേര് ദൈവാത്മാവിനെ കാണിക്കുന്നു. ജോസ് എന്നൊരു പേര് ദൈവം എന്നെ കാണിക്കുന്നു. ജോസ് എന്നൊരു പേര്, അത് അവൻ ആ കുടുംബത്തിന്റെ അകത്തേക്ക് അതിശക്തമായ ഒരു വിടുതൽ വ്യാപാരം, ആ കുടുംബനാഥന്റെ പേര് എന്ന ദൈവം കാണിച്ചത്. ജോസ് എന്ന കുടുംബനാഥന്റെ പേര് ആ കുടുംബത്തിന്റെ അകത്ത് അവൻ സാമ്പത്തികമായി കെട്ടിയിട്ട ചില കെട്ടുകൾ ഈ മീറ്റിംഗിന്റെ ഇടയിൽ ദൈവം അഴിച്ചു മാറ്റുകയാ. അതിശക്തമായ ഒരു ദൈവ പ്രവൃത്തി അതനാ ജനഘടകന. ആ കുടുംബം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, ആ കുടുംബം ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ആ കുടുംബത്തിനകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവനോട് പറയുന്നു, ആമേൻ. ഇന്നു മുതൽ ഈ ദൈവദാസന്മാരുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക, മിറക്കൾ സംഭവിക്കാൻ പോകുക. നിങ്ങൾ വിശ്വസിക്ക്. നിങ്ങളുടെ കരങ്ങളിലൂടെ ദൈവദാസന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ വിശ്വസിക്ക്. നിങ്ങളുടെ കരങ്ങളിലൂടെ അത് സംഭവിക്കട്ടെ. നിങ്ങളുടെ കരങ്ങളിലൂടെ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിന്റെ മകൾ സംഭവിക്കട്ടെ. അതിശക്തമായ ഹീലിംഗ് ഇതിനകത്ത് ഓപ്പൺ ആകട്ടെ. ഹീലിംഗ് ഇതിനകത്ത് ഓപ്പൺ ആകട്ടെ. ഹീലിംഗ് ഓപ്പൺ ആകട്ടെ. ഈ സഹോദരിമാരുടെ മേൽ അതിശക്തമായ സൗഖ്യം, 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 സൗഖ്യം. പിശാച് കൊണ്ടുവന്നിട്ട ചില രോഗങ്ങൾ അലറി വിളിച്ച് ഇന്ന് പുറത്തു വാ. അവൻ പിശാച് കൊണ്ടുവന്നിട്ട ചില രോഗശക്തികൾ അലറി വിളിച്ച് ഈ പകൽ വെളിവാ, വെളിവാ. കർത്താവ് ചെയ്യും, കർത്താവ് ചെയ്യും. ഒരു 5-8 പേരോട് ചുറ്റുമിരിക്കുന്നവർ കർത്താവ് ഇന്ന് വലിയവ ചെയ്യും. പറഞ്ഞോ ദൈവമക്കളെ, പറഞ്ഞോ. നിങ്ങൾ ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കാതിരിക്കാം, പക്ഷെ ഇന്ന് പറഞ്ഞോ, കർത്താവ് വലിയവ ചെയ്യും. കർത്താവ് വൻകാര്യം ചെയ്യും. കർത്താവ് യേശുപ്പച്ചൻ വൻകാര്യം ചെയ്യും. യേശു വലിയവ ചെയ്യും. യേശു വലിയവ ചെയ്യും. യേശു വലിയവ ചെയ്യും. ഞാനിങ്ങനെ പറയട്ടെ, പഴയ മുതുങ്കനപ്പച്ചനല്ല നമ്മുടെ ദൈവം. ആമ എവിടെയെങ്കിലും മൂലക്ക് കൂടിയിരിക്കുന്ന കഴിവില്ലാത്ത ഒറ്റ ചുമയും ചുമച്ച് കഷായം കുടിച്ചിരിക്കുന്ന ഒരു അപ്പച്ചൻ ഉപദേശി അല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ ദൈവം, വീരനായവൻ. അയ്യോ, പണ്ടായിരുന്നെങ്കിൽ ഒക്കുമായിരുന്നു കേട്ടോ. പണ്ടൊക്കെ സംഭവിക്കായിരുന്നു കേട്ടോ. ആ ദൈവത്തിന് ആമൻ കാലത്തിന്റെ ഗതിമാറ്റത്തിൽ, അല്ലേ നമ്മൾ പറയില്ലേ, ആച്ഛാദനങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്ന പോലെ കാലത്തിന്റെ ഗതി മാറിയപ്പോൾ, ദൈവത്തിന് പ്രായം കൂടിയപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി കുറഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തെറ്റുപറ്റി. ഒന്നാമതല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനെ വിളിച്ചിറക്കി. അബ്രഹാം ദൈവത്തോട് പറയുന്നു, എന്റെ പൊന്നു ദൈവമേ, വയസ്സിപ്പോ എത്രയായെന്നറിയാമോ? 99. അങ്ങെന്താ മിണ്ടാതിരിക്കുന്നേ? ദൈവത്തിന് മറുപടി, അബ്രഹാമേ, നിനക്ക് 99 ആയുള്ളടാ. ഞാൻ ഇന്നലെയും ഇന്നോ എന്നേക്കും അനന്യനാ. എനിക്ക് പ്രായം വന്നിട്ടില്ല, എന്റെ കൈ ക്ഷീണിച്ചിട്ടില്ല, എന്റെ കൈ തളർന്നിട്ടില്ല, എനിക്ക് വാട്ടം വന്നിട്ടില്ല. ഈ പകൽ വിളിച്ചു പറ, രക്ഷിപ്പാൻ കഴിയാതെ വന്നോ? ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാതെ വന്നോ? എന്റെ ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടില്ല. Jesus, Jesus. Thank you, Jesus. മക്കളെ, പ്രായമുള്ള ഒരു മുതുക്കൻ അപ്പച്ചനെ സേവിക്കാനല്ല നമ്മൾ വന്നത്.
ആമേ. നമ്മുടെയൊക്കെ വീടിന്റെ വാതിക്കൽ ഉമ്പറത്തൊരു ചാരികസേരമിട്ട് അതിനകത്തൊരു ഒരു തുണിയുടെ സഞ്ചി പോലെ ഒരു ചാരുമിട്ട് ഇവിടെ കിടന്നോ കേട്ടോ. പ്രായമായ മുത്തച്ഛൻ ഉപദേശി അപ്പച്ചൻ എന്ന് പറയുന്ന പ്രായമുള്ള കിഴവനല്ല നമ്മുടെ ദൈവം. ആമേ. 99 വയസ്സിലും അബ്രഹാമിന്റെ കൂടാരത്തിന്റെ വാതിക്കൽ ഇറങ്ങി വന്നിട്ട് തമ്പുരാൻ ഒരു ദൂത് കൊടുക്കുക. എന്റെ പൊന്ന അബ്രഹാമേ, നിനക്കറിയണോ ഞാൻ ആരാന്ന്? ഞാൻ എൽ ശദ്ദായി, ഞാൻ സർവശക്തനായ ദൈവ. പറ ഒരു ചോട്ട ദൈവത്തെ സേവിക്കാനല്ല ദൈവം നമ്മെ കൊണ്ടുവന്നത്. ഇതുപോലൊരു ദൈവമില്ല. പറ എൽ ശദ്ദായി, എൽ ശദ്ദായി, എൽ ശദ്ദായി. ഓ അഡോനായി, അവൻ എൽ ശദ്ദായി ആണ്. ഓ ഹെല്യോ. താങ്ക് യു ജീസസ്. അവൻ അത്തിയെ നോക്കി പറ ശപിച്ചു. പിറ്റേ ദിവസം അവർ പറയുന്നു, യേശോപ്പച്ച അങ്ങ് നോക്കിക്കേ, അങ്ങ് ഇന്നലെ ശപിച്ചിട്ട് പോയി ആ തീ ഇപ്പൊ എങ്ങനെ നടക്കുന്നു? പറ. വേരോടെ ഉണങ്ങി. ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുൻപ്, നമ്മുടെ അപ്പന്മാർ ജനിക്കുന്നതിന് മുമ്പ് ഈ കൊച്ചു പട്ടണത്തിൽ കിടക്കുന്ന ആമൻ അന്യാരാധനയുടെ റൂട്ടുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങളെ കൂടെ അല്പം ക്ഷമകെട്ട പരിപാടിയാ. എന്നിട്ട് ഞങ്ങൾ നാണമില്ലാതെ നിങ്ങളോട് ആരാധിക്കുക, കയ്യടിക്ക്, സ്തുതിക്ക്, പാടം എന്നൊക്കെ ഞങ്ങൾ പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നാം നമ്മുടെ അപ്പനും അപ്പൂപ്പന്മാരും ജനിക്കുന്നതിന് മുമ്പേ ആമൻ അന്യാരാധനയുടെ ശക്തികൾ അതിന്റെ റൂട്ടിൽ പട്ടണത്തിൽ കിടക്കുക. ഇന്ന് വ്യാപരിക്കുന്ന ആരാധന ഇറങ്ങേണ്ട ആ റൂട്ടിലേക്കായി ഇറങ്ങണ്ട. അത് അവിടുന്ന് പൊട്ടിമാറണം, അതിന്റെ വേരുകൾ പൊട്ടണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പ്രവചിച്ചു പറയുന്നു, ചില റൂട്ടുകൾ നിന്റെ കുടുംബത്തിൽ കിടക്കുന്ന ചില പാരമ്പര്യ റൂട്ടുകൾ ഈ പകൽ അഴിയട്ടെ. ഞാനൊരു ദൈവശബ്ദം കേട്ടു. ഒരു ദൈവശബ്ദം കേട്ടിട്ട് പറയാ, ഈ കർത്താവ്, ഞാൻ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ സാക്ഷിയോട്ട് പറയാ, കഴിഞ്ഞ വ്യാഴാഴ്ച അങ്കമാലി വെച്ച് ഒരു കൺവെൻഷൻ നടക്കുക. ഞാനും ലെസ്ലി മോനും കൂടിയാ ആ കൺവെൻഷൻ പോയത്, ശുശ്രൂഷക്ക് പോയത്. പബ്ലിക് കൺവെൻഷനാ. പ്രസംഗിക്കാൻ വേണ്ടി വണ്ടി അവിടെ ഇട്ടിട്ട് ആ ഗ്രൗണ്ടിലോട്ട് കയറി പോകുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ് പ്രവചിക്കാൻ പറഞ്ഞു. പബ്ലിക്കല്ലേ, ഇതിനകത്ത് പ്രവചിക്കുന്ന പോലെയല്ല, പബ്ലിക്കല്ലേ. അവൻ പബ്ലിക് കൺവെൻഷനിൽ കർത്താവ് പ്രവചിക്കേ. അവൻ ഏറ്റവും പുറകിലിരുന്ന് പയ്യനെ പൊക്കി, രണ്ടാമതൊരു പയ്യനെ പൊക്കി, മൂന്നാമതൊരു പയ്യനെ പൊക്കി. കൺവെൻഷൻ ഗ്രൗണ്ട് ഉപവാസ പ്രാർത്ഥന പോലെയായി. ആത്മാവിലങ്ങ് ജനം തുടിച്ചാരാധിക്കാൻ തുടങ്ങി. അവൻ രണ്ടാമത്തവനോട് ദൂത് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും സ്റ്റേജിലോട്ട് പ്രസംഗിക്കാൻ മൈക്കെടുത്ത് വരുമ്പോൾ കർത്താവിന്റെ ചെവി പറയുക, ദാ ആ മൂലക്ക് ഒരു വെള്ള ഷർട്ടിട്ടൊരു പയ്യൻ കണ്ടോ? അവൻ അവിടെ ഇരുന്ന് ചോദിക്കുന്നു, കർത്താവേ അങ്ങ് എന്നോട് സംസാരിക്കുമോ? നീ അവനെ വിളിക്കേ. ഉടനെ ഞാൻ പറഞ്ഞു, മോനെ നീ ഇപ്പൊ ദൈവത്തോട് പറയുന്നു എന്നെ ഒന്ന് വിളിക്കുമോ? നിന്നെ വിളിച്ചു കയറി പാടാന്ന് പറഞ്ഞു. അവന് ഓടി വന്നിട്ട് പറയുക, ഞാൻ അവിടെ ഇരുന്ന് ഒരു ഒറ്റ വാക്കേ ചോദിച്ചുള്ളൂ, എന്നോടെന്താ സംസാരിക്കാതെ? ഈ ദിവസങ്ങളിൽ അങ്ങനെ ചില നിയോഗങ്ങൾ ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുക, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ആഴത്തിൽ കിടക്കുന്ന ചില റൂട്ടുകൾ ഇന്ന് പകൽ പൊട്ടട്ടെ. ആഴത്തിൽ കിടക്കുന്ന ചില റൂട്ടുകൾ ഇന്ന് പൊട്ടട്ടെ. ജീസസ്, ജീസസ്. അവൻ എനിക്കറിയില്ല, ഞാനൊരു അല്പം ഒന്ന് ഇറങ്ങി
ഒരല്പം ഒന്ന് ഇറങ്ങി ഞാനൊരു ദൂത് പറയുക, വേണമെങ്കിൽ ഏറ്റെടുത്തോ. ആഴത്തിൽ കിടക്കുന്ന ചില റൂട്ടുകൾ. അപ്പനുണ്ടല്ലോ, അപ്പൻ അല്പം റൗഡിയായിരുന്നു. അപ്പന്റെ മകനില്ലേ, അപ്പന്റെ മകൻ ഭയങ്കര സാധാരണക്കാനാ, അവൻ കുഴപ്പമൊന്നുമില്ല. മൂന്നാമതൊരു തലമുറ ജനിച്ചു. അവന് വീണ്ടും തുടങ്ങി ഒരു റൗഡിത്തരം. അപ്പൊ ചിലര് പറയാ ഇത് മറ്റേ അപ്പൂപ്പന്റെ ഷെയ്പ്പാ, ഇത് അപ്പൂപ്പന്റെ പോലെയാ എന്ന് പറയുന്ന ചിലത്. വീട്ടിൽ നിനക്കില്ലാത്ത ചില സ്വഭാവങ്ങൾ തലമുറയിൽ വ്യാപരിച്ചത്, പിൻതലമുറക്കകത്ത് കിടക്കുന്ന ചില റൂട്ടുകൾ നിന്റെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്നത്, നിന്റെ തലമുറകളിൽ വ്യാപരിക്കുന്നത് ഈ പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അത് രോഗമാവട്ടെ, അത് കെടുതിയാകട്ടെ, അതെന്തുമാവട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഓ റിബാനാഗസേ രേന്തിനിബി ഹൽക റംസി കലാതന രഗസി ഉടൽ ഘടകക്ഷത ദിഹാരഗസി. അവൻ ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ കിടക്കുന്ന ചില റൂട്ടുകൾ ദൈവം അഴിച്ചു മാറ്റും. ആഴത്തിൽ കിടക്കുന്ന റൂട്ടുകൾ ദൈവം പൊട്ടിച്ചു മാറ്റും. ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞു, ഞാനും കർത്താവിനദാസർ രജീഷ് പാസ്റ്ററുമായിട്ട് പറവൂർ ഒരു മീറ്റിംഗിൽ പോയി പ്രാർത്ഥിക്കാൻ. പറവൂർ ഒരു വീട്ടിൽ പോയി. ഞാൻ ആ മനുഷ്യനെ പരിചയപ്പെടുന്നത് സ്തോത്രം മസ്കറ്റിൽ വെച്ചാണ്. മസ്കറ്റിൽ ഒരു വീട്ടിൽ ഒരു പ്രയർ നടക്കുമ്പോൾ ആ പ്രയർ മീറ്റിംഗിൽ ഈ മനുഷ്യനെ കൊണ്ടുവന്നു. ആ മനുഷ്യനെ കൊണ്ടുവന്ന് ഏറ്റവും പുറകിൽ ഇരുത്തി. കർത്താവ് ഇടപെടാൻ തുടങ്ങി, കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ആ പുറകിലിരിക്കുന്ന ബ്രദർ, നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ 3 മരണങ്ങൾ സംഭവിച്ചു. 4ാമത്തെ മരണം നിന്റെയാ. അവൻ 40 വയസ്സ് തികയുന്നതിന് മുമ്പ് 3 ശവപ്പെട്ടികൾ ആ വ്യക്തിയുടെ കുടുംബത്തകത്ത് കയറി. നാം 40 തികയത്തില്ല, കൃത്യം 38-39 ആയപ്പോ 3 പേരും ആക്സിഡന്റിൽ മരിച്ചു. അവസാനത്തെ കണ്ണ് നീയാ. നിനക്കിപ്പോൾ 37 വയസ്സായി. നീ സ്വപ്നം കാണുന്നത് നിന്റെ മരണമാ. യേശു നിന്നെ വിളിക്കുന്നു ആ റൂട്ടൊന്ന് പൊട്ടിക്കാൻ. അവൻ എഴുന്നേറ്റ് ഓടി വന്നു, ശരിയ ഭാഷ എന്ന് പറഞ്ഞു, മുട്ടുമടക്കി ആടിച്ചു താഴെ വീണു. അവൻ വീണപ്പോ കുടുംബത്തിനകത്ത് കിടന്ന ചില പാരമ്പര്യ ബന്ധനങ്ങൾ എന്റെ ദൈവം അഴിച്ചു മാറ്റിയെങ്കിൽ ആത്മാവിനെ പ്രവചിക്കുക. തലമുറകളിൽ ഇനി അത് വ്യാപരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ അത് വ്യാപരിക്കരുത്. നമ്മുടെ മക്കളിൽ അത് വ്യാപരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് വരരുത്. പിൻതലമുറകളിലേക്ക് അത് ഉണ്ടാവരുത്. ഈ പകൽ അതിന്റെ റൂട്ടുകൾ അഴിയട്ടെ. എനിക്കറിയത്തില്ല ഇതെങ്ങോടാ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഗൗരവമായിട്ട് പറഞ്ഞേ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ശരിയാ എൻ്റെ അപ്പന് ഇന്നതുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ മരിച്ചതേ അറ്റാക്ക് വന്നാ മരിച്ചേ. എൻ്റെ അപ്പന് ഷുഗർ കൂടിയിട്ടേ 2 കിഡ്നി പോയാ മരിച്ചേ. നിനക്കും കാത്തു വെച്ചിട്ടുണ്ട് പിശാചി ചിലത്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നസറേത്തുകാരനായ യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ഒരുമിച്ച് പറയുന്നു, അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചോ, യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചോ. യെസ്, ആരാധിച്ചോ. ഈ പകൽ Jesus. പോട്ടെ. ഈ പകൽ അസാധാരണമായ ഒരു മിറക്കിൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ വെല്ലുവിളിച്ചു നിന്ന് കഴിഞ്ഞ നാളുകളിൽ കുടുംബങ്ങളിൽ പിതാക്കന്മാരിൽ വ്യാപരിച്ചു നിന്ന ചില കെടുതികൾ ഈ പകൽ അടിയണം. ഇല്ല, നിന്നെ ബാധിക്കയില്ല, നിന്നെ തൊടുകയില്ല. എന്നോടൊപ്പം ചലിക്കാമോ? പകൽ സൂര്യനെങ്കിലും വചനം പറ. നമുക്ക് കെട്ടുകഥ പറഞ്ഞ് പൊട്ടിക്കണ്ട, വചനം പറഞ്ഞ് പൊട്ടിച്ചാ മതി.
പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രൻ എങ്കിലും നിന്നെ ബാധിക്കയില്ല. പറ, നിന്നെ ബാധിക്കത്തില്ല. എന്റെ മക്കളെ ബാധിക്കത്തില്ല. ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ എവിടേക്കാണോ അത് കിടക്കുന്നത്, ആ റൂട്ടിന്റെ പകൽ പോട്ടെ, ആ റൂട്ടുകൾ അടികട്ടെ. ചിലതിന്റെ വിദ്യാഭ്യാസ പിശാച് തകർത്തു. ദൈവ റൂട്ട് പൊട്ടിക്കുകയോ. എന്റെ തലമുറ പുറകോട്ട് ഒരു 50 തലമുറ എടുത്താൽ മോനെ, അതിനകത്ത് പ്രസംഗിക്കാൻ പോയിട്ട് വീട്ടിനകത്ത് 10 പേര് കൂടിയാൽ ഒരു അഭിപ്രായം പറയാൻ പോലും നട്ടലോട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരുത്തൻ ഉണ്ടായിട്ടുമില്ല. എന്നാൽ ചില റൂട്ടുകൾ ദൈവം പൊട്ടിച്ചപ്പോ ഇവിടെയൊക്കെ നിൽക്കാൻ ദൈവം നമ്മെ ബലപ്പെടുത്തിയില്ലേ? ഇനിയും ദൈവം ബലപ്പെടുത്തും, ഇനിയും ദൈവം നിർത്തും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തി ദൈവസഭ ഏറ്റെടുക്ക. നീ എത്ര പോയാലും, നീ എങ്ങനെയൊക്കെ എന്തൊക്കെ പോയാലും, നീ ഇത്രയും പോയാ മതി. ഇത്രയും പോയാൽ മതി. അനുഗ്രഹിക്കപ്പെട്ടോ, പക്ഷെ ഇത്രയും മതി. വർക്കെടുത്തോ, ഇത്രയും മതി. നീ ജോലി ചെയ്തോ, ഇത്രയും മതി. ഈ എല്ലാറ്റിനും ഒരു ബൗണ്ടറി കെട്ടിയിരിക്കുന്നതിനെ തമ്പുരാൻ പൊട്ടിച്ചേ പറ്റും. ഞാൻ ചുമ്മാ പറയല്ല, അത് പൊട്ടിച്ചേ പറ്റൂ. അതുകൊണ്ട് തൃപ്തരാകരുത്, അതുകൊണ്ട് തൃപ്തിപ്പെടരുത്. അതിനപ്പുറത്തോട്ട് ഈ പകൽ ഒരു റൂട്ട് ദൈവം പൊട്ടിക്കട്ടെ. സനാരഗാധലാനഗാധലാന ഹൽകാരഗത്നി കടതുനി ബബ ഹൽകൽ കടം ചുലി ധനാരഗസി ഹൽകൽ കടം ധുനാ ജനാരഗേ രേസി കലം ധുനാ ജനാ ഉടബൽ കടകം ധിനി ബബാന. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിലൊന്ന് ആരാധിച്ച് മറഞ്ഞിരിക്കുന്ന ചിലത് ദൈവം പൊട്ടിക്കുക, മറഞ്ഞിരിക്കുന്ന ചിലത് ദൈവം പൊട്ടിക്കുക. എത്ര പോയാലും, എത്ര ശമ്പളം മേടിച്ചാലും ഇത്രയും മേടിച്ചാൽ മതി. ഇതിനപ്പുറം മേടിക്കരുത്, ഇതിനപ്പുറം പോവരുത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദുഷ്ടപിശാച് കൊണ്ടുവന്നിട്ട സകല അതിരുകളോ സകല ബൗണ്ടറികളോ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പൊട്ടിക്കുകയോ. വിശ്വസിക്കാമോ? കർത്താവ് കൽപ്പിച്ചാൽ വേരോടെ ഉണങ്ങും. കർത്താവ് കൽപ്പിച്ചാൽ അത് വേരോടെ പോകും. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് വേരോടെ പറയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ചില മെസ്സേജുകൾ വരും. ഞങ്ങൾ ഇനി നിനക്കെതിരെ പോരാടാനില്ല, ഇനി ഞങ്ങൾ നിനക്കെതിരെ യുദ്ധം ചെയ്യാനില്ല, ഇനി ഞങ്ങൾ നിനക്കെതിരെ ഒന്നിനുമില്ല, ഞങ്ങൾ ഇനി നിന്നോട് പോരാടുകയില്ല. ഞങ്ങൾ യുദ്ധം നിർത്തി. യുദ്ധത്തിന് ഇനി ഞങ്ങൾ ഇല്ല, യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറല്ല. മനുഷ്യരാ നമ്മളെല്ലാം. എന്നും നമ്മൾ ആത്മീയ ലെവലിൽ ഒരേപോലെ നിൽക്കത്തില്ല. നിൽക്കോ? ഇത് ദൂതാണ്. നമ്മൾ മനുഷ്യരാ മോനെ. മനുഷ്യരായ നമ്മൾ എന്നും സ്പിരിച്വൽ ലെവലിൽ ഒരേപോലെ നിൽക്കത്തില്ല. നിങ്ങളുടെ ഭാഷയാണ് സത്യം, ശരി. പക്ഷെ എന്റെ ഗെയിം ഒരേപോലെ നിർത്താൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ മനുഷ്യനാ. എന്താ ഭാഷ അങ്ങനെ പറഞ്ഞേ? തെളിവ് വല്ലതും ഉണ്ടോ? തെളിവ് തരാം. ഏലാം താഴ്വരയിൽ നിന്നും വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ നോക്കിയിട്ട് ദാവീദ് ഒരു ചോദ്യം ചോദിച്ചു. ഇവനെ കൊന്നാൽ എന്ത് കിട്ടും? മോളെ കിട്ടും. ഉറപ്പാണ്. ഞാൻ ഏറ്റു. കല്ലും പെറുക്കി പോകുന്നതിന് മുമ്പ്
ശൗല് പറഞ്ഞു, നിക്കവിടെ, എന്നാ ഇതുകൂടി ഇട്ടണ്ട് പോ. ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ പടച്ചട്ടയും ഇട്ട് കൊടുത്തു. ദാവീദ് പറഞ്ഞു, ഇത് ഞാൻ ശീലിച്ചിട്ടില്ല, ഞാനിതിട്ട് ശീലമില്ല. വാളും പടച്ചട്ടയും ഊരി ശൗലിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് കല്ലും കൊണ്ടുപോയി. വാള് വേണ്ടെന്ന് പറഞ്ഞവൻ, പടച്ചട്ട വേണ്ടെന്ന് പറഞ്ഞവൻ ഒരിക്കൽ അബ്യഥാർ പുരോഹിതന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വാളുണ്ടോ? ഇവിടെ വാളിരിപ്പുണ്ടോ? ദാവീദേ, നീയല്ലേടാ 7-ാം താഴ്വരയിൽ വെച്ച് വാളും വേണ്ട പരിചയം വേണ്ട പറ, പടച്ചട്ടം വേണ്ടെന്ന് പറഞ്ഞ് കല്ലുകൊണ്ട് എറിഞ്ഞിട്ട നീ ഇപ്പൊ ചോദിക്കുന്നു വാളോ? ആ, അബിമേലെക്കിന്റെ മുമ്പിൽ ഹൃദയം വിറച്ചുപോയി. ഒരു പ്രാണഭയം വന്നു. ഞാനും മരണവും തമ്മിൽ ഒരടി അകലമേ ഉള്ളൂ എന്നുള്ളൊരു പ്രാണഭയം എന്നെ പിടിച്ചപ്പോൾ എനിക്കൊരു വാള് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മനസ്സിലായില്ലല്ലേ? പറയാം, ഏത് ആത്മീയന്റെ ലെവൽ ഇതാ. ഒരു ഭാഗത്ത് വാള് വേണ്ടെന്ന് പറഞ്ഞ നീ, ഒരു ഭാഗത്ത് നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോ നീ വാളന്വേഷിക്കും. പക്ഷെ ഒറ്റ ദൂത് കേട്ടോ, വാളില്ലാത്തപ്പോഴും വാൾ ഉണ്ടെങ്കിലും നിന്റെ യുദ്ധം യഹോവയ്ക്കാ. നിന്റെ യുദ്ധം യഹോവയ്ക്കാ. നിന്റെ യുദ്ധം യഹോവയ്ക്കാ. ദൂത് മനസ്സിലായോ? വാള് കയ്യിൽ ഉണ്ടായാലും വാള് കയ്യിലില്ലെങ്കിലോ യുദ്ധം ചെയ്യുന്നത് യഹോവ തന്നെയാ. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എന്റെ യുദ്ധവീരനായ എന്റെ ദൈവമാണ്. ഇങ്ങനെ പോയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേഗം ചാടുകയാകട്ടോ. അപ്പാ, അങ്ങൊന്ന് നോക്കിക്കേ. അങ്ങ് പറഞ്ഞ പറതയും മക്കളെ, ആ അത്തി വേരോടെ ഉണങ്ങിപ്പോയി. എങ്ങനെ പോയി മക്കളെ? വേരോടെ പോയി. അതിനർത്ഥം എന്താണെന്നറിയോ? വേരവിടെ ഉണ്ടെങ്കിൽ ആ അത്തിക്കൊരു പ്രത്യാശയുണ്ട്. വേരുണ്ടെങ്കിൽ ഒരു പ്രത്യാശയുണ്ട്. നിന്നിൽ ഇനിയും അവന് പൊങ്ങി വരാൻ പറ്റും. പക്ഷെ ദൈവം നിനക്കെതിരെ പൊങ്ങി വരുന്നവന്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തി ദൈവം വേരോടെ വെട്ടി. താങ്ക് യു ജീസസ്. ഓക്കെ, നമ്മള് അവിടെ നിന്ന് നേരെ ചാടാൻ പോകുന്ന 22ഉം 24ഉം വാക്യമാണ്. 22 യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ഇത് വേരോടെ പോയി, അത് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോ യേശു അവരോട് പറഞ്ഞ ഒരു കാര്യം, മക്കളെ, ദൈവത്തിൽ വിശ്വാസമുള്ളവർ. എങ്ങനെ? ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. നമ്മളെല്ലാം അങ്ങനെയുള്ളവരല്ലേ? എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നുള്ള എല്ലാരും ഒന്ന് സ്വതന്ത്രം പറഞ്ഞു. അത്രേ ഉള്ളൂ. എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് ഉറപ്പുള്ളവർ ഒരു ഹല്ലേലൂയ പറ. ഇങ്ങനെ ഒരിക്കല് ക്ലാസ് എടുത്തിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് പറയുമായിരുന്നു, ഭയങ്കര വിശ്വാസത്തെ കുറിച്ച് ക്ലാസ് എടുത്തോണ്ടിരിക്കുക ഒരു പാസ്റ്റർ. ജനമിങ്ങനെ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് ത്രില്ലായി നിന്നപ്പോ പാസ്റ്റർ ഒരാളോട് പറഞ്ഞു, ഞാനിങ്ങനെ വിശ്വാസത്തിന്റെ മൂർച്ഛനാവസ്ഥയിലേക്ക് പ്രസംഗം കൊണ്ടുവരുമ്പോ നീ ഒരു കറുപ്പുടുപ്പൊക്കെ ഇട്ട് 2 കണ്ണിന്റെ അവിടെ ഒരു തുളയൊക്കെ ഇട്ട് ഒരു മിഷൻ കണ്ണ് കളിത്തോക്കുമായി മിഷൻ കണ്ണുകൊണ്ട് ജനത്തിന് നടുക്ക് ചാടി വീണിട്ട് ജീവന് കൊതിയുള്ളവരെല്ലാം ഓടാൻ പറയണം. അപ്പൊ ഞാൻ സ്റ്റേജിൽ അവിടെ കമന്ന് കിടക്കും, നീ എല്ലാവരും തോക്ക് കാണിച്ചേക്കണം, റെഡി എന്ന് പറഞ്ഞു. പാസ്റ്റർ വിശ്വാസത്തിന്റെ മൂർച്ഛനാവസ്ഥ പ്രസംഗിച്ച് നിർത്തിയതും ഇവൻ തോക്കുമായിട്ട് കയറി. യേശുവിനെ തള്ളി പറയാനുള്ളവ തള്ളി പറ, അല്ലെ ഞാൻ ഇപ്പൊ കൊല്ലു എന്ന് പറഞ്ഞു ഇങ്ങേറ്റത്ത് ഇങ്ങനെ മിഷൻ കണ്ണ് കാണിക്കും, എല്ലാം ഇറങ്ങി ഓടി. ഇതൊന്നും അറിയാതിരുന്ന 2 വയസ്സുകാരി കൊച്ചു മാത്രം അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പാസ്റ്റർ മാത്രം. കേൾക്കാൻ എളുപ്പമാ, പക്ഷെ ഇത് കേട്ടിട്ട് പോവണ്ട. അതിനല്ല ഞാൻ ഈ വിശ്വാസം എടുത്തത്.
ഞാൻ ഈ വിശ്വാസം പ്രസംഗിക്കാൻ തയ്യാറായി നിൽക്കുന്നത് ഇതിനു വേണ്ടി സ്റ്റഡി ചെയ്ത് സമയമെടുത്ത ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ എനിക്കിത് ഭയങ്കര റിസൾട്ട് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എങ്ങനെയുള്ളവരാകണം? ദൈവത്തിൽ വിശ്വാസമുള്ളവരാകണം. അവൻ സിഖ് മതത്തിൽ ആഴമായി വിശ്വാസമുണ്ടായ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച ഒരു സിഖുകാരനാണ് സാധു സുന്ദർ സിംഗ്. അവരുടെ ആഗ്രഹം സിഖ് മത പുരോഹിതനാക്കി വളർത്താൻ തന്നെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തനിക്ക് ഭയങ്കര ദൈവത്തോടുള്ള വിശ്വാസവും ഭക്തിയും ഉണ്ടായി. ഒരിക്കൽ ഈ സിഖ് മത വിശ്വാസിയായ ഈ മനുഷ്യൻ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവനുള്ളൊരു ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ ആരാധിക്കണം. ആമേൻ. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന സാധു സുന്ദർ സിംഗിന്റെ കയ്യിൽ ഒരു ബൈബിള് കിട്ടി. ഒരു ആമേൻ പറ. ബൈബിള് നിന്റെ കൈ കിട്ടിയോ, നിന്റെ തലവര മാറും. ഞാന് ഈ വേദപുസ്തകത്തിന്റെ എഴുത്തും വേദപുസ്തകം എഴുതാനുണ്ടായ കാലഘട്ടമൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നപ്പോ എനിക്ക് അത്ഭുതം ഒരു കാര്യം എന്നാന്നറിയോ? ഒരു മനുഷ്യൻ സ്തോത്രം വേദപുസ്തകം തെറ്റാന്നും ഇത് പിശാചിനാൽ എഴുതിയതാന്നും പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് എഴുതാൻ വേണ്ടി സുവിശേഷം വായിക്കാൻ തുടങ്ങി. മത്തായി മുതൽ വായിച്ച് എന്തിനാന്നറിയോ? ഇയാൾക്കൊരു ബുക്ക് എഴുതണം, ബൈബിള് തെറ്റാന്ന്. അതിനുവേണ്ടി ഇയാൾ സുവിശേഷം വായിക്കാൻ തുടങ്ങി. മത്തായി വായിച്ച് മർക്കോസിൽ വന്നു. മർക്കോസ് 16-ാം അധ്യായം വായിച്ചിട്ട് ഇയാൾ ഒരു ഉപദേശിയെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പൊ സ്നാനപ്പെടണമെന്ന്. അപ്പൊ ആ ഉപദേശിക്ക് അറിയാതെ ഇയാൾ ഇത് എഴുതുന്നുണ്ടെന്ന്. എന്നാ വെച്ചു മോനെ, ഇല്ല എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഇപ്പൊ സ്നാനപ്പെടണം. നീ ബൈബിള് കയ്യിലെടുത്തോ, നീ രക്ഷപ്പെട്ടു. ഒരു ഹല്ലേലൂയ പറ. പണ്ടാണ്ട് പറഞ്ഞ പോലെ മറ്റേ മാലയില്ലേ, മാല. ഇത് ആത്മാവിന്റെ കൊലക്കയറാണെങ്കിൽ ഇത് ആത്മാവിന്റെ നിത്യതയിലെത്തിക്കുന്നത് ഈ പുസ്തകമാ. ഹല്ലേലൂയ. അത് ആത്മാവിന്റെ കൊലക്കയറാണെങ്കിൽ ഇത് ആത്മാവിന്റെ കൊലക്കയറല്ല, ഇത് നിത്യജീവനിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഉതരുന്ന തിരുവചനമാണ്. തേനിലും തേൻകട്ടയേക്കാൾ മാധുര്യമേറിയത്. ആമേൻ. സ്വർഗത്തിൽ എന്നേക്ക് സൂക്ഷിച്ചിരിക്കുന്നതുമായ നിത്യജീവന്റെ വചനം. സാധു സുന്ദർ സിംഗ് വായിച്ചു. മക്കളെ കേട്ടോ, സാധു സുന്ദർ സിംഗ് ഈ പുസ്തകം വായിച്ചു. ഞാൻ എവിടെയോ നോട്ട് ചെയ്ത് എൻ്റെ ഓർമ്മയിലുണ്ട്. 1889 ജനിച്ച സാധു ബൈബിള് കയ്യിൽ കിട്ടി, കുത്തിയിരുന്ന് വായിക്കാൻ തുടങ്ങി. വായിച്ചു വന്നപ്പോ യേശു ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി ഒരു ദിവസം പറഞ്ഞു, എനിക്ക് അങ്ങയെ ഭയങ്കര വിശ്വാസമാ, അതുകൊണ്ട് ഞാൻ മുറിക്കകത്തോട്ട് കയറിയ അങ്ങ് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. സാധു മുറിക്കകത്തോട്ട് കയറിയിട്ട് മുട്ടുമടക്കി, എനിക്ക് അങ്ങയെ വിശ്വാസമാ, അങ്ങ് വരില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോ സാധു സുന്ദർ സിംഗിന്റെ മുറിയിലേക്ക് ഒരാള് കാൽച്ചുവട് വെച്ച് ഇറങ്ങി വരുന്നു. സാധു ഞെട്ടിപ്പോയി. സാധു കണ്ടു നിൽക്കുമ്പോ 2 കരങ്ങളും സാധുവിന്റെ നേരെ നീട്ടിട്ട് പറഞ്ഞു, ഇതാണ് ആണിയടിച്ച എന്റെ കാല്, ഇതാണ് എൻ്റെ കാലുകൾ, ഇതാണ് എൻ്റെ കയ്യ്. വിലാപ്പുറം കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെയാ അവർ കുത്തിയത്. സാധു നിലവിളിക്കാൻ തുടങ്ങി, അലറി വിളിക്കാൻ തുടങ്ങി. സാധു കണ്ടത് എന്നാന്നറിയാമോ? യേശുവിന്റെ ക്രൂശ് മരണത്തിൽ ആ ക്രൂശിൽ കിടന്ന് ലൈവായത്. സാധു സുന്ദർ സിംഗിന്റെ മുറി ഇറങ്ങി വന്നു. ആ മനുഷ്യൻ വാവിട്ട് എറിയാൻ തുടങ്ങി. മോനെ കേട്ടോ, അവിടുന്ന് സാധു സുന്ദർ സിംഗ് പുറത്തോട്ട് ഇറങ്ങുന്നത് ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ്. ചെരുപ്പിടത്തില്ല. എവിടെയാ താമസം? പിന്നങ്ങ് നടക്കിയ ഗ്രാമങ്ങളും മലകളും കുന്നുകളും എല്ലാം സുവിശേഷം അറിയിക്കാൻ. ഒരു ദിവസം ഒരു ഗുഹക്കകത്ത് കിടക്കുക, നല്ല ഉറക്കവാ. ഉറങ്ങിക്കഴിഞ്ഞപ്പോ പുള്ളിക്ക് തോന്നി ആരോ മടി കയറി കിടക്കുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോ
ഒരു കടുവ സാധുവിനെ മടിയിൽ കിടന്നുറങ്ങുന്നു. അങ്ങനെ അതിനെ തലോടി അതിനെ തൂത്ത് നേരം വെളുക്കുന്നവരെ കിടന്നുറങ്ങി. സാധു പറയുന്നത്, അന്ന് തണുപ്പ് മാറ്റാൻ എനിക്ക് മെത്തയായും കമ്പിളിയായും എൻ്റെ കൂട്ടുകാരനായി കടുവയുണ്ടായിരുന്നു. എത്ര സാക്ഷ്യം കേൾക്കണം, ഇതുപോലെ എത്ര എണ്ണം കേൾക്കണം. കാലുകൾ മുഴുവൻ ചോര ഒഴുകും. താൻ പോകുന്നിടത്തെല്ലാം ചോര ഇങ്ങനെ ഒഴുകുമായിരുന്നു. വഴിയിലൂടെ പോകുമ്പോഴെല്ലാം ആമേൻ ഈ ചോര ഉള്ള കാല് കാണുമ്പോൾ അവര് പറയുമായിരുന്നു, സാധു പോയിട്ടുണ്ട് കേട്ടോ. കേൾക്കണോ? ആ ചോര വീണ സ്ഥലത്ത് ഒരു രോഗി കാല് വെച്ചാൽ സ്പോട്ടിൽ സൗഖ്യമായിരുന്നു. മോനെ, ഇന്ത്യയുടെ അപ്പോസ്തലനായി അവസാനം ആ മനുഷ്യൻ കൂട്ടുകാരൻ ലെറ്റർ എഴുതി. കർത്താവ് എന്നോട് പറയുന്നു, ടിബറ്റിലേക്ക് പോകാൻ, സുവിശേഷം അറിയിക്കാൻ ഞാൻ പോകുന്നു. നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ കാണാം. ആ ടിബറ്റിലേക്ക് പോയിട്ട് പിന്നെ ചത്തോ മരിച്ചോ, ആമൻ ഹാനോക്കിനെ പോലെ എടുത്തോണ്ട് പോയി ആർക്കും അറിയത്തില്ല. അങ്ങനെയുള്ള വിശ്വാസ വീരന്മാർ ജീവിച്ച ഈ ഭാരതത്തിൽ എത്ര പേരുണ്ട് വിശ്വാസത്തോടെ എഴുന്നേക്കാൻ? ഹല്ലേലൂയ! മോനെ വായിച്ചേ. ദൈവത്തിന്റെ വിശ്വാസം ഉള്ളവരായിരിക്കും. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ദൈവത്തിൽ എല്ലാരും ഒന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് മുഖത്ത് നോക്കി ഒന്ന് കുലുക്കി പറ, ദൈവത്തിൽ. ആരിൽ വിശ്വസിക്കണം? ഞാൻ ഒന്നുകൂടി പറയുന്നു, മക്കളിലല്ല. അത് പ്രത്യാശ വെച്ചാ മതി. മക്കളിൽ പ്രത്യാശ വെച്ചാ മതി, നിന്റെ ജോലിയിൽ പ്രത്യാശ വെച്ചാ മതി. പക്ഷെ വിശ്വസിക്കേണ്ടത് ദൈവത്തെയാ. വിശ്വസിക്കേണ്ടത് വേറെ ആരും വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ. അടുത്ത വാക്യം പറ മക്കളെ. അവൻ എന്റെ അവസാനത്തെ, അടുത്ത വാക്യം അവസാനത്തോളം കാക്കാൻ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ, അവൻ എന്റെ അവസാനത്തോളം. മക്കളെ ശ്രദ്ധിക്കണേ, അവസാനത്തോളം കാക്കാൻ. യെശയ്യാവിന്റെ വാക്യം പറഞ്ഞാൽ നരയോളം ചുമക്കാൻ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിന് കഴിയും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പേടിക്കണ്ട, അമ്മമാരെ പേടിക്കണ്ട, അപ്പന്മാരെ പേടിക്കണ്ട. നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നമ്മളെ ഈ ക്ഷമിക്കണം കേട്ടോ, ഇതുപോലെ കളിയാക്കാൻ മലയാളികളെ പോലെ വില്ലന്മാർ വേറെ ആരുമില്ല അല്ലേ? ജോൺ ബ്രദർ അവിടെ ഇരുന്ന് കുപ്പിയിൽ വെള്ളം കുടിച്ചോ, ഇഷ്ടം പോലെ കുടിച്ചോ. പണ്ടേ UK-ലും അമേരിക്കക്കാരും കുപ്പിയിടാത്ത വെള്ളം കുടിക്കുമ്പോഴേ നമ്മൾ എന്തെല്ലാം ചീത്ത പറഞ്ഞു. നാണമില്ലാത്തവന്മാര് കുപ്പിയിടാത്ത എന്ത് ചെയ്യുന്നു പറ. ഒരു 20-25 വർഷം മുമ്പ് കുപ്പിയും കൊണ്ട് സായിപ്പ് കൊച്ചിയിൽ നടന്ന് വെള്ളം കുടിച്ചോണ്ട് പോകുമ്പോ നമ്മൾ പറയില്ലേ, ഇല്ല സായിപ്പ് അവൻ കുപ്പിയിലെ പറ. ഇപ്പൊ നമ്മളോ? ഇപ്പൊ നമ്മളെവിടുന്നാ കുടിക്കുന്നത്? പിന്നെ UK-ലും അമേരിക്കയിലും അവിടുത്തെ പ്രായമായ അപ്പച്ചനും അമ്മച്ചുമാരെ കൊണ്ട് ഈ അഗതി മന്ദിരത്തിൽ ഇടുന്നത് കേട്ടപ്പോ നമ്മൾ പറഞ്ഞു, അമേരിക്കയിലൊന്നും പോയി താമസിക്കല്ലേ, അവിടെ മൊത്തം അഗതി മന്ദിരങ്ങളാ. ഇപ്പൊ ഇവിടെയോ പണ്ട് അവിടെയായിരുന്നു, ഇപ്പൊ എല്ലാം ഇവിടെയായി. ഒരു സ്വതന്ത്രം പറഞ്ഞേ, മനസ്സിലായല്ലേ? എന്നാലേ ഈ ദൂത് എന്നോട് പറയാൻ ആത്മാ പറയുന്നു, എത്ര അഗതി മന്ദിരങ്ങൾ ഉയർന്നാലും നിന്നെ അവസാനത്തോളം കാക്കാൻ, നിന്നെ അവസാനത്തോളം കാക്കാൻ. വേണ ഏറ്റെടുത്തോ. ഇത് അരുളപ്പാടാ, ഇത് വെറും വാക്കല്ല, ഇത് അരുളപ്പാടാണ്. നിന്നെ അവസാനത്തോളം കാക്കാൻ.
ആമേൻ. പ്രൈസ് ഗോഡ്. അയച്ചുമനെ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, നിങ്ങൾ ആ വാക്യം, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, അത് വേരോടെ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോ യേശു പറയുകയാണ്, മക്കളെ, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് എല്ലാരും പറഞ്ഞേ താൻ പറയുന്നത് സംഭവിക്കും. ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞത് ഇന്നു മുതൽ സംഭവിക്കും. ഞാൻ പറയുന്നത് ഇന്നു മുതൽ സംഭവിക്കും. പറ, ഞാൻ പറയുന്നത് ഇന്നു മുതൽ സംഭവിക്കും. ഞാൻ എന്ത് പറയുന്നു അത് സംഭവിക്കും. ഞാൻ എന്ത് പറയുന്നു അത് സംഭവിക്കും. ഞാൻ പറയുന്നത് സംഭവിക്കും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്നത് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ ഇന്ന് പകൽ വിളിച്ചു ഞാൻ പറഞ്ഞാൽ പറയുന്നത് സംഭവിക്കും. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യാതെ സംശയിക്കാതെ, എന്ത് ചെയ്യാതെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മല്ലനാരാ? നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടോ ഈ മല്ലനെ ഒന്ന് കീഴടക്കാൻ? ഈ മലയോട് ചാടി കടലിൽ പോകാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും. പണ്ടൊരു ഉപദേശി പറഞ്ഞ പോലെ അമ്മച്ചി കുറെ നേരം പറഞ്ഞു കാട് ചാടി കടലിൽ പോകാന്ന് പറഞ്ഞു. മലയൊന്നും പോയില്ല. അമ്മച്ചി പറഞ്ഞൊരു കാര്യം ഉപദേശിമാർ ഇങ്ങനെയാ പറയുന്നത്, എനിക്ക് അന്നേ അറിയായിരുന്നു ഇതൊന്നും പോകാൻ പോകുന്നില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യാതെ സംശയിക്കണ്ട, അതങ്ങനെ സംഭവിച്ചിരിക്കും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അങ്ങനെ സംഭവിച്ചിരിക്കും. ഇനി അടുത്ത വാക്യം വായിച്ച പോലെ ആരെയും അടുത്ത അങ്ങനെ അടുത്ത വാക്യം, താൻ പറയുന്നത് സംഭവിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇനി ഇത്രയും പ്രായോഗിക തലമായി യേശു പറഞ്ഞേ. ഇനി അടുത്തത് ആത്മീക തലത്തിലെ പ്രാർത്ഥനയെ കർത്താവ് തൊടാൻ പോകുക. വായിച്ചേ അടുത്ത 24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്ത് ചെയ്യണം? ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്നലകളിൽ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നവർ മാത്രമെന്ന് സ്വതന്ത്രം ചെയ്തേ. യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയാണെന്നറിയില്ല, എവിടെയോ പ്രസംഗിച്ചപ്പോ പറഞ്ഞത് ഞാനൊന്ന് ആവർത്തിക്കുന്നു. ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ആവർത്തന വിരസത ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെയും ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു ലെറ്റർ ശോഭൽ എഴുതി, എനിക്കൊരു ലെറ്റർ മോൻ എഴുതി. ആ ലെറ്റർ ഞാൻ വായിച്ചെന്ന് നിനക്ക് മനസ്സിലായി. ആ ലെറ്റർ മോൻ എഴുതിയത് എന്റെ കയ്യിൽ കിട്ടിയെന്ന് മോൻ എന്ത് ചെയ്തു? മനസ്സിലായി. നീ പിന്നെ ലെറ്റർ എഴുതുവോ? പറ. ഇല്ലല്ലോ. മോന്റെ ആവശ്യം എല്ലാം ഉന്നയിച്ചുകൊണ്ട് എനിക്കൊരു ലെറ്റർ എഴുതി തന്നു. ഞാനത് കണ്ടു, ഞാനത് വായിച്ചു. എല്ലാ തിങ്കളാഴ്ച ഈ ലെറ്റർ എഴുതി തരുവോ? തരില്ല. പിന്നെ നീ എന്ത് ചെയ്യും? പിന്നെ ചെയ്യുന്നത് ഞാൻ പറയാം. അടുത്ത ആഴ്ച കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് പാസ്റ്റേ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. അടുത്ത മാസം കാണുമ്പോ പാസ്റ്റേ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരിക്കൽ ലെറ്റർ തന്ന ശോഭൽ പിന്നെ തരില്ല, ഇടക്കിടക്ക് എന്നെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അത് സ്തോത്രത്തോടെ ആയിരിക്കാം, അത് ആമേൻ പറഞ്ഞായിരിക്കാം. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായോ?
എന്നും ലിസ്റ്റ് എഴുതി വെച്ച് എല്ലാ ദിവസവും ചോദിക്കരുത്. 1000 ആത്മാക്കളെ നമ്മൾ പ്രാർത്ഥിച്ചു 1-ാം തീയതി. ഇനി നിങ്ങൾ പറയേണ്ട, കർത്താവേ അങ്ങ് തന്നതിനായി സ്തോത്ര, 1000 ആത്മാക്കളെ കൊണ്ട് നിറക്കുന്നതിനായി സ്തോത്ര, ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആലയം പണിക്ക് വേണ്ട സ്ഥലം അങ്ങ് തരുന്നതിനായി സ്തോത്ര, ഞങ്ങളുടെ ഭവനത്തിന് പണി അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്ര. ഹല്ലേലൂയ. തരുമെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ലെറ്റർ എഴുതി കൊടുക്കരുത്. ഇന്നലെയും തന്നു, ഇന്നും തന്നു. നോ, ഇല്ല, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത്, യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾ ദൈവത്തോട് ഓർപ്പിക്കണം, ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് തന്ന ആ ഭവനം തരാമെന്ന് പറഞ്ഞ ഭവനത്തിനായി സ്തോത്രം, അങ്ങ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ നല്ല ജോലിക്കായി സ്തോത്രം, അങ്ങ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ തലമുറക്കായി സ്തോത്രം. അതിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഓർപ്പിക്കുമ്പോൾ, നിന്റെ മടിശീലയിൽ ദൈവം അത് നൽകി തരും. ഓക്കെ, അതങ്ങ് വിട്ടിട്ട് അപ്പൊ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. മോനെ, മത്തായി സുവിശേഷം 14 എടുത്തിട്ട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. 14:22. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. മത്തായി സുവിശേഷം 14-ാം അധ്യായം ഒരു പഴയ ചരിത്രമാണ് കേട്ടോ, പഴയ ചരിത്രമാണ്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. അവരെ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. ഈ വാക്യം നിങ്ങൾക്കറിയാലോ. ഇത് ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് വേഗത്തിൽ അവസാനിപ്പിച്ച് കല്ലുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് ഇറച്ചി ചോറും കഴിക്കാം. വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ഒരു സന്തോഷം ഇല്ലല്ലോ? സന്തോഷമുണ്ടോ? പ്രത്യാശയുടെ നല്ലൊരു ആമേൻ പറ. ഈ ചരിത്രം നിങ്ങൾക്കറിയാം. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അക്കരയ്ക്ക് പോക. യേശു താൻ പുരുഷാരത്തെ പറഞ്ഞിറക്കുന്നിടയിൽ തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ യേശു അവരെ നിർബന്ധിച്ചു. എപ്പോഴും കൂടെ പോകുന്ന കർത്താവ് അന്ന് പോയില്ല. ഒരാമേൻ പറ. എപ്പോഴും കൂടെ നടക്കാമെന്ന് പറഞ്ഞവൻ അന്ന് നടന്നില്ല. എപ്പോഴും നിന്റെ കൂടെ നടക്കാം, സഞ്ചരിക്കാമെന്ന് പറഞ്ഞവൻ അന്ന് വന്നില്ല. യേശുവിന് ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്നും കൂടെ നടക്കുന്നവൻ ചില ദിവസം നിങ്ങളെ വിട്ട് മാറി നിൽക്കും. എന്നും കൂടെ ഇരിക്കുന്നവൻ അല്പസമയത്തേക്ക് നിങ്ങളെ വിട്ട് മാറി നിൽക്കും. എന്തിനാന്ന് ചോദിച്ചാൽ, ഇനിയുള്ള ചില സെക്കൻഡുകൾ നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിനും ആമേൻ ആദിമസഭയുടെ ലീഡറായ ഒരു അപ്പോസ്തലനെ വിശ്വാസത്താൽ വാർത്തെടുക്കേണ്ടതിനും ഒരു സിറ്റുവേഷൻ ദൈവം ഒരുക്കി. മനസ്സിലാവുന്നുണ്ടോ? ആദിമസഭയുടെ ശക്തനായ ഒരു അപ്പോസ്തലനെ ദൈവത്തിന് വാർത്തെടുക്കേണ്ടതിന് വിശ്വാസത്തിന്റെ പരിശോധനയിൽ അവനെ ചുവടെ ഉറപ്പോടെ നിൽക്കേണ്ട ഒരു പത്രോസിനെ ദൈവത്തിന് വാർത്തെടുക്കേണ്ടതിന് ദൈവം ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നു. എന്താ ഇങ്ങനെ പറഞ്ഞേ? സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിനും നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാക്കേണ്ടതിനും ദൈവം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനെ ഒരിക്കലും തുച്ഛീകരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ആ പ്രതിസന്ധി വന്നപ്പോൾ എല്ലാവരും ഫോൺ ചെയ്തിട്ടും ആരെയും കിട്ടിയില്ലല്ലോ. ആ ഒരു പ്രശ്നം വന്നപ്പോൾ നീ വരാൻ ആഗ്രഹിച്ചവർ പോലും വന്നില്ലല്ലോ. ഒന്ന് വിളിക്കാൻ ആഗ്രഹിച്ചവർ പോലും വിളിച്ചില്ലല്ലോ. അല്ലാത്തപ്പോ ഒരു കോൾ വിളിച്ച 10 പേര് അങ്ങേ തലക്കം എടുക്കുന്ന ആളുകൾ നിന്നെ ഒരു കോൾ പോലും ആൻസർ ചെയ്തില്ലല്ലോ. നീ വിചാരിച്ചോ മനഃപൂർവ്വം അവർ ചെയ്തതാണെന്ന്? അല്ല.
ആ വിശ്വാസത്തിൽ നിന്നെ ദൈവം ചിലത് പഠിപ്പിച്ച് പുറത്തെടുക്കേണ്ടതിന് നിന്നെ യേശു അല്പം തനിച്ചു വിട്ടതാണ്. ദൂത് മനസ്സിലായോ? ഇതൊരു ദൂതാണ് കേട്ടോ. ചില സമയത്ത് ദൈവം നിങ്ങളെ തനിച്ചു വിടുന്നത്, കൂടെ വരാമെന്ന് പറഞ്ഞവൻ, കൂടെ നടക്കാമെന്ന് പറഞ്ഞവൻ നിങ്ങളെ ഏകനായി വിടുന്നെങ്കിൽ അതിന്റെ പിന്നിലെ ചരിത്രം എന്നാണെന്നറിയാമോ? ദൈവത്തിന് നിങ്ങളെ ഒരാഴമായ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ ദൈവത്തിന് നിങ്ങളെ വെപ്പിക്കണോ. അതിൽ നീ ജയിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ ആമൻ അത്ഭുതവാനാക്കി ദൈവം പുറത്തു കൊണ്ടുവരും. ഓക്കെ, അങ്ങനെ ഇവര് സന്തോഷാണ് ഒരു അല്ലലി എന്ന് പറഞ്ഞേ. പത്രോസും കൂട്ടരും പടകിൽ കയറി അങ്ങ് പോയി. പല നാഴിക കരവിട്ട് പല നാഴിക. ഇപ്പൊ 4 യാമമായി. 4 യാമമായപ്പോൾ കാറ്റ് പ്രതികൂലമായി, തീരെ തള്ളി കയറാറായി. ഒന്ന് വായിച്ചു വേഗം വായിച്ച. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. എത്രയാ മുന്നേ വായിക്കുന്നേ? 26 വായിച്ചു. 26. രാത്രിയിലെ 4 യാമത്തെ അവ കടൽ മീതെ എന്ത് ചെയ്യുന്നു? പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായിരുന്നു. യേശു മലയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിൽ നിന്നും പല നാഴിക ദൂരത്ത് ശിഷ്യന്മാർ അകന്നുപോയി. ഒരാമേൻ പറ. സ്തോത്രം. കാറ്റ് പ്രതികൂലമായി തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്റെ മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു. ഒരല്ലലി പറ. പറഞ്ഞു വിട്ടവൻ. എത്ര ദൂരം നീ അനുഗമിച്ചാലും ദൂരം പ്രശ്നമില്ലാതെ നിന്നെ അനുഗമിച്ച് നിന്റെ അടുക്കൽ വരും. കുറിച്ചു വെച്ചോട്ടോ. പോകാൻ സമ്മതിപ്പിച്ചവൻ, പറഞ്ഞു വിടാൻ കൂട്ടാക്കിയവൻ, അകലം വിട്ട് ദൂരം വിട്ട് പോയാലും ദൂരം പ്രശ്നമല്ലെന്ന് പറഞ്ഞ് നിന്നെ അടുക്കൽ വന്ന് നിന്റെ കരം പിടിച്ച് നിന്നെ വലിച്ചു കയറ്റി നിന്നെ ദൂരത്ത് നിന്ന് അവൻ പൊക്കിയെടുത്ത് വിടുവിപ്പാൻ ഈ ദൈവം ശക്തനാണ്. ഓക്കെ മക്കളെ, വിട്ടോ? എന്തായാലും യേശു 4-ാം യാമത്തിൽ, മക്കളെ ശ്രദ്ധിച്ചേ, കടലിന്റെ മീതെ യേശു നടക്കാൻ തുടങ്ങി. യേശു നടന്നിപ്പോ എവിടെ വന്നു? അവിടെ അടുത്തു വന്നു. 26-ാം വാക്യം. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു. യേശു നടന്നു വരുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് പറഞ്ഞു. അവരെന്തെന്ന് പറഞ്ഞു? എല്ലാരും ഒന്ന് പറ. ഭൂതം. അതിന്റെ ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. അതിന്റെ ഇംഗ്ലീഷിൽ കൊടുത്ത് ഇറ്റ് ഈസ് എ സ്പിരിറ്റ് എന്നാണ്. ഭൂതം എന്നല്ല, ഒരാത്മാവിനെ കണ്ടെന്ന്. അതിന് അർത്ഥം എന്നാ? ഈ അസമയത്ത് കടലിലൊക്കെ പോയാൽ, അസമയത്ത് കടലിലെ തീരത്ത് പോയി നിന്നാൽ ഇങ്ങനെ ഉള്ളതിനെയൊക്കെ ചിലതിനെ കാണും. മുക്കുവന്മാരുടെ അടുക്കും ഇങ്ങനെ ഒരു ചില ചിന്തയുണ്ട്. ഈ ഒരു ചില സമയം അത് അവർക്കറിയാം. ആ സമയത്ത് പോകാൻ പറ്റാത്തടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലതൊക്കെ കാണാറുണ്ട്. അപ്പൊ ശിഷ്യന്മാരുടെ അകത്ത് ഈ 4-ാം യാമത്തിൽ ഒരു വെളുപ്പാകുന്ന സമയത്ത് ഇതുപോലെയൊക്കെ കടൽമേലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില സ്പിരിറ്റ് ഉണ്ടെന്ന് ഇവർക്കറിയാം. കാരണം ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ ഈ പ്രതിസന്ധിയുടെ നടുവിൽ യേശു വരുന്ന കണ്ടപ്പോ ഇവര് പ്രതീക്ഷിച്ചത് യേശുവിനെയല്ല, ഇവര് പ്രതീക്ഷിച്ച സ്പിരിറ്റിനെയാ. ഏതിനെയാണോ ഇവർ പ്രതീക്ഷിച്ചിരുന്നത് അതാണ് ഇവർ വിളിച്ചു പറയുന്നത്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇവര് പ്രതിസന്ധിയുടെ നടുവിൽ ദൂരത്തിരിക്കുന്ന യേശു വരുമെന്നുള്ള പ്രതീക്ഷയില്ല. ഇവരുടെ പ്രതീക്ഷ ഒരാത്മാവ് വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒരു ഹല്ലേലൂയ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതേ വരൂ. എന്താണ്?
ചിലര് മുഴുവൻ പ്രതീക്ഷിക്കുന്ന എന്നാ പറഞ്ഞേ? ചില ആളുകൾ മുഴുവൻ പ്രതീക്ഷിക്കുന്ന സ്പിരിറ്റിനെയാ, ഈ അശുദ്ധാത്മാവിനെയാ, പോരാട്ടത്തെയാ, ബന്ധനത്തെയാ, കെട്ടിനെയാ, ആഭിചാരത്തെയാ, മന്ത്രവാദത്തെയാ. ഞങ്ങൾ ഈ സുവിശേഷകന്മാര് ചില വീടുകളിൽ ചെന്നാൽ നിങ്ങൾക്ക് മന്ത്രവാദമില്ല, നിങ്ങൾക്ക് ആഭിചാരമില്ല, നിങ്ങൾക്ക് പോരാട്ടമില്ല എന്ന് ഒന്ന് വരുത്തി തീർക്കാൻ, അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ പെടുന്ന പേടാപ്പാട് കണ്ടിട്ടുണ്ടോ? ഒരു വീട്ടിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് ഒരു ആൻറ്റി എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ആ വീട്ടിൽ നിന്ന്, ആൻറ്റി നിങ്ങൾക്കൊരു പോരാട്ടം ഇല്ലെന്ന് പറഞ്ഞു. എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എന്നാ പറ്റി? വന്ന ഭാഷന്മാരെല്ലാം പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. നീ വന്നേക്ക കൊച്ചിന്ന്, എന്തില്ല? ഇപ്പൊ അതുകൊണ്ട് ഉപദേശിമാര് ഏറ്റവും സിമ്പിളായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കാര്യം ഞങ്ങൾ ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കണ്ണടച്ചിട്ട് 2ാം ക്ലാസ്സിലെ ആ പദ്യമില്ലേ, രാഗി പറക്കുന്ന ചെമ്പരന്റെ നീ കണ്ട മാമങ്ക വേല കണ്ടോ എന്ന് പറഞ്ഞ് രാഗി പറക്കുന്ന പന്തലിന്റെ പരുന്തിന്റെ 2-3 കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന, നീളമിട്ട് പറക്കുന്ന ഒരു സംഭവം ഇതിനകത്ത് വെളിപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളും ഒന്ന് വിറക്കും, ഞങ്ങളൊരു ചവിട്ടും പോരാ നിർത്ത് 2000 രൂപ സ്വതന്ത്ര കാഴ്ച കിട്ടും. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു പോരാട്ടം ഇല്ലെന്നൊന്ന് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞോട്ടെ. എനിക്ക് ഷുഗറില്ലെങ്കിലും മധുരമില്ലാതെ ചായ തരും. പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞു നോക്കിക്കേ, ഒരു ത്രില്ലാണ്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് വേറെ ഏതോ സ്പിരിറ്റിനെയാ. പക്ഷെ യേശു പറയുക, എടാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരാത്മാവിനെയാണെങ്കിൽ ഞാൻ അതല്ല, നിന്നെ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന യേശുവാണ് ഞാൻ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഞാൻ ഇപ്പൊ നിർത്താം കേട്ടോ, ഇപ്പൊ നിർത്താം. ഏറ്റവും കൂടുതൽ ആ കീബോർഡിന്റെ സൗണ്ട് ഒന്ന് കുറച്ച മോനെ. ഏറ്റവും കൂടുതൽ പിശാചിന് സ്തുതി പാടുന്നത് ആരാ? കുറച്ചുകൂടി സൗണ്ട് കുറച്ച മോനെ, കീബോർഡിന്റെ സൗണ്ട് ഒന്ന് കുറച്ച്. ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ പിശാചിന് സ്തുതി പാടുന്ന ആരാ? സാത്താന്യ, ആരാധനക്കാർ, നോ, പെന്തക്കോസ്തുകാർ. കഴിഞ്ഞ ദിവസം എന്നോട് ലൂസിഫർ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന കിട്ടുന്നത് നിങ്ങളുടെ ചർച്ചയിൽ നിന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ ചർച്ചയിൽ നിന്നോ? ആ. സഹോദരന്മാരെല്ലാരും പറയുന്നത് ഭയങ്കര പോരാട്ടമാ, ഭയങ്കര പോരാട്ടം. ആര്? പിശാജ് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക. അപ്പൊ പിശാജ് താഴ്ത്തി നിന്നവൻ ഒരു സ്റ്റെപ്പ് കയറി. അപ്പൊ അടുത്ത ആള് പറഞ്ഞു, പിശാജിനെ കൊണ്ട് ഞാൻ മടുത്തിരിക്കുക. അപ്പൊ അവന് ഒരു സ്റ്റെപ്പ് കൂടി കയറി. ഓ, എന്തൊരു പന്ന പിശാജ്. അപ്പൊ ഒന്നുകൂടി കയറി. 1000 പ്രാവശ്യം യേശു നല്ലവൻ 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 എന്ന് പറയേണ്ട വായിൽ നീ പറയുന്നത് മുഴുവൻ പോരാട്ടം, കെട്ട്. അങ്ങനെ നീ പ്രതീക്ഷിക്കുന്ന സ്പിരിറ്റിനെയോ പ്രതീക്ഷിക്കുന്ന യേശുവിനെയോ? നിങ്ങൾ അങ്ങനെയല്ലേ ഞാൻ വായിച്ചേ? അങ്ങനെ തന്നെയാ. ഇറ്റ് ഈസ് എ സ്പിരിറ്റ്. അവര് ഒരു ആത്മാവിനെ കണ്ടു, ഒരു ആത്മാവിനെ പ്രതീക്ഷിച്ചു. എന്നാൽ പടകിനകത്ത് ഒരുത്തം പോലും യേശുവിനെ പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഡെലിവറൻസ് സഭ പ്രതീക്ഷിക്കുന്നത് സ്പിരിറ്റിനെയല്ല, പകരം യേശുവിനെയാ. ഹല്ലേലൂയ പറ. ദൈവത്തെ കരമടിച്ച് ആരാധിച്ചു പറ. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരാത്മാവിനെയല്ല, പകരം നടന്നു വരുന്ന പ്രതിസന്ധിയിൽ വരുന്ന യേശുവിനെ. ഓക്കെ മക്കളെ, ഒന്നുകൂടി പറയാം. പോരാട്ടം പ്രതീക്ഷിച്ചിരുന്ന പോരാട്ടം വരും, ബന്ധനം പ്രതീക്ഷിച്ചിരുന്ന ബന്ധനം വരും, വിടുതൽ പ്രതീക്ഷിച്ചിരുന്ന വിടുതൽ വരും. നിങ്ങൾക്ക് എന്നോട് വഴക്കില്ലെങ്കിൽ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. തിങ്കളാഴ്ച മുതൽ
ശനിയാഴ്ച വരെ എല്ലായിടത്തും പോയി പ്രസംഗിക്കുന്നു, വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്കിട്ട് പിശാച് തിരിച്ചടിക്കാനാണെങ്കിൽ എനിക്ക് ഈ പുൽപ്പിറ്റേ നിൽക്കാൻ പറ്റുമോ? ഞങ്ങൾ പോകുന്നിടത്തെല്ലാം പിശാച് നമുക്കിട്ട് അടിക്കാനാണെങ്കിൽ എത്ര പ്രാവശ്യം പെട്ടിക്കകത്ത് എന്നെ പൂട്ടേണ്ട ഗതികേട് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി പ്രസംഗിച്ചു. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ പിശാച് എനിക്കിട്ട് കീറി. അവിടെ നിന്ന് വന്നപ്പോൾ പിശാച്. മക്കളെ, നമ്മുടെ മൈൻഡിനകത്ത് വാ. നിന്നെ അഴച്ചത് ദൈവമാണെങ്കിൽ കൂടെ ഇരിക്കുന്നവൻ ദൈവം തന്നെയാ. ദൂതിലോട്ട് വാ. ഇനി മേലാൽ ഈ ഒരു കാര്യം നിന്റെ അകത്ത് വരരുത്. കർത്താവ് പറഞ്ഞു, എന്റെ കയ്യിൽ എനിക്കുള്ളവൻ എന്റെ കയ്യില. അവനെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. പറ്റുമോ? ഇല്ല. യേശുവിന്റെ കയ്യിൽ പടയാളികൾ പിടിക്കുമ്പോൾ യേശു പറയുന്നു, ഇപ്പോഴോ ഇരുട്ടിന്റെ നാഴികയും ആമൻ നിങ്ങളുടെ നാഴികയും ഇരുട്ടിന്റെ അധികാരവും അത്രേ. എന്റെ പിതാവിന്റെ സമയത്തല്ലാതെ നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ഇത് വിശ്വസിക്കുന്ന മക്കളെ. 1000 മന്ത്രവാദികൾ ഒരുമിച്ചിരുന്നു നിനക്കെതിരെ, 1000 മന്ത്രവാദികൾ ഒരുമിച്ചിരുന്നു നിനക്കെതിരെ മന്ത്രവാദം ചെയ്താൽ എന്റെ അപ്പന്റെ അനുവാദമില്ലാതെ, എന്റെ ദൈവത്തിന്റെ അരുളപ്പാടില്ലാതെ നിനക്കോ നിന്റെ തലമുറക്കോ ഒരു കേടുവരാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. എന്തുകൊണ്ട്? ബൈബിൾ പറയുന്നു, പിതാവേ നീ തന്നിട്ടുള്ള ഇവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു, ദുഷ്ടൻ ഇവര് തൊടാതിരിക്കേണ്ടതിന്. ദുഷ്ടൻ ഇവരെ അതിനുവേണ്ടി യേശു പ്രാർത്ഥിച്ചേ. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ഇല്ല മക്കളെ, ഇല്ല. ആമേൻ, സ്തോത്രം. ഞാൻ ഇനി ഒരു കാര്യം പറയാ. ഈ പാസ്റ്റർ പ്രസംഗിക്കുന്നത് മൊത്തം പോരാട്ടമില്ലെന്നാ. ഹൈവേ കൂടി മര്യാദക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നതിന് പകരം നേരെ നാഷണൽ പെർമിറ്റ് വണ്ടിയുടെ മുമ്പിൽ കൊണ്ട് ഓടിച്ചു കയറ്റിയാൽ 2 ദിവസം കഴിയുമ്പോൾ പടം മതല് വരും. മനസ്സിലായില്ലല്ലേ? നീ നേരായ വഴിക്ക് നടന്നാൽ ഒരു ദോഷവും തട്ടാതെ ദൈവം നിന്നെ സൂക്ഷിക്കും. ആമേൻ, അല്ലേ? അതാ നേരത്തെ, ഒരു ദോഷവും തട്ടാതെ ദൈവം നിന്നെ സൂക്ഷിക്കും. അല്ല, മനഃപൂർവ്വം ഓടി നിന്നെ കൊല്ലാൻ ഇടിക്കാൻ വരുന്ന വണ്ടിയുടെ മുമ്പിലേക്ക് നീയായി തന്നെ ഇടിച്ചു കയറ്റാനാണ് തീരുമാനിച്ചാൽ ദൈവത്തിനും മാലാഖമാർക്കും നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിൽക്കുന്നവനെയാ ദൈവത്തിന്റെ പരിപാലനമുള്ളത്. അവസാനത്തെ വാക്കുകളായി അവൻ ആ ദൂതിലോട്ടൊന്ന് കൺക്ലൂഷൻ ചെയ്യുകയാണ്. ഒന്ന് വായിച്ച മോനെ, അടുത്ത വാക്യം. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ. ഞാൻ ആകുന്നു എന്ത് ചെയ്യണ്ട? പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാനാകുന്നു, എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട. ഉടനെ അതിന് പത്രോസ്, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നടക്കൂ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഒന്നുകൂടി വായിച്ചേ. കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. പത്രോസ് യേശു ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ടെസ്റ്റിംഗ് എങ്ങനെയാണെന്നറിയോ? നീ ആകുന്നെങ്കിൽ എന്നെ നടത്തണം. മകളെ, നീ ആകുന്നെങ്കിൽ എന്നെ നടത്തണം. ഇതിന് കാരണം എന്നാന്നറിയോ? എനിക്ക് അങ്ങിൽ നിന്ന് 3.5 വർഷം കൊണ്ട് പഠിക്കാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറയാം. അങ്ങ് എന്ത് ചെയ്താലും ഞങ്ങളെയും പഠിപ്പിക്കും. രോഗിയെ സൗഖ്യമാക്കി ഞങ്ങളെ രോഗിയെ സൗഖ്യമാക്കാൻ പഠിപ്പിച്ചു. ഭൂതങ്ങളെ പുറത്താക്കി ഞങ്ങളെയും ഭൂതങ്ങളെ പുറത്താക്കാൻ പഠിപ്പിച്ചു. മരിച്ചവരെ ഉയർപ്പിക്കാൻ പഠിപ്പിച്ചു, ഞങ്ങളെയും അത് പഠിപ്പിച്ചു. ഇപ്പൊ ആദ്യമായിട്ട് നീ വെള്ളത്തിന് മീതെ നടക്കുന്നു, ഞങ്ങളെയും പഠിപ്പിക്കും. അത്ര ഉറപ്പാ. അങ്ങ് എന്ത് ചെയ്തോ അതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. വേണമെങ്കിൽ രാമൻ പറഞ്ഞ യേശു എന്തൊക്കെ ചെയ്തോ അതെല്ലാം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കോ. യേശു ഇന്ന് നിങ്ങൾ വിശ്വസിക്ക്, കൂട്ടമായി ഭൂതങ്ങൾ വിട്ടുപോകും. യേശു എന്ത് ചെയ്തോ അത് നമ്മെ കൊണ്ടും ചെയ്യിപ്പിക്കും. കർത്താവ് പറഞ്ഞു വരിക. എന്ത് ചെയ്യാ? വരിക എന്നവൻ പറഞ്ഞു. എല്ലാരും പറഞ്ഞേ, വരിക. കർത്താവ് പറഞ്ഞു വരിക. ഉടനെ
പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു. നോക്കിക്കേ, പത്രോസ് ഇറങ്ങി വെള്ളത്തിന് മേലെ അങ്ങ് നടക്കാൻ തുടങ്ങി. പത്രോസ് നടന്നത് എന്തിന്റെ മേലാ? വെള്ളത്തിന്മേൽ. ആര് പറഞ്ഞു? നിങ്ങൾ കണ്ടായിരുന്നോ വെള്ളത്തിന്മേൽ നടന്നത്? അല്ല, പത്രോസ് നടന്നത് വിശ്വാസത്തിന്റെ പുറത്താണ്. ആമേൻ. പത്രോസ് നടന്നത് എങ്ങനെയാ? വിശ്വാസത്തിന്റെ പുറത്താ. എന്നാൽ അവൻ എന്ത് കണ്ടു? ആദ്യം യേശുവിനെ കണ്ടു. ഇപ്പൊ ആരെ കണ്ടു? ആദ്യം സ്പിരിറ്റിനെ കണ്ടു, പിന്നെ യേശുവിനെ കണ്ടു, ഇപ്പൊ എന്നാ കണ്ടു? ഇതാ നമ്മുടെ കുഴപ്പം. എല്ലാം കാണും. കാണാൻ പാടുള്ളതും കാണാൻ പാടില്ലാത്തതും എല്ലാം കാണും. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ കാലം എന്ത് ചെയ്യാൻ തുടങ്ങും? താഴാൻ തുടങ്ങും. യേശുവിനെ മാത്രം കാണുന്നവന്റെ കാല് താഴില്ല. യേശുവിനെ മാത്രം നോക്കുന്നവന്റെ കാല് താഴാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ ഈ ദൂതിലേക്ക് വന്ന് ഒരു കാര്യം കൂടി പറയാം. ഉടനെ കാല് താഴാൻ തുടങ്ങി. എന്ത് ചെയ്തു പത്രോസ്? എന്ത് ചെയ്തു? എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് കർത്താവേ എന്നെ എന്ത് ചെയ്യണേ? രക്ഷിക്കണേ. ഇനി അവസാനിപ്പിക്കും, ഞാൻ നിർത്തിയാ കേട്ടോ. കർത്താവെ എന്ത് ചെയ്യണേ? രക്ഷിക്കണേ. റൂബൻ ബ്രദർ, ടിറ്റസ് ബ്രദറൊക്കെ ഇവിടെയുണ്ട്. നിങ്ങളോടാണ് ഞാൻ ചോദ്യം. ടിറ്റസ് ബ്രദറെ, ടിറ്റസിനെയാണ് ഇതുപോലെ കർത്താവ് കടലിലേക്ക് നടന്നു വന്നിട്ട് പറയാം, ടിറ്റസ് മോനെ വാന്ന് പറഞ്ഞു. ടിറ്റസ് വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് പോകുമ്പോൾ പെട്ടെന്ന് കാറ്റും കോളും വന്നു, താഴാൻ തുടങ്ങി. ടിറ്റസ് എന്ത് ചെയ്യും? അയ്യോ, ബഹളം ഉണ്ടാക്കുവോ? എന്നോടൊപ്പം പറഞ്ഞ വേഗം പോവാ, അല്ലെങ്കിൽ പിന്നെ താമസിക്കും. ടീച്ചേഴ്സ് സത്യം പറ, ബഹളം ഉണ്ടാക്കുവോ? എന്താ ഉണ്ടാക്കാത്തെ? ഉള്ളി പ്രസവിച്ചിട്ട് അതിൻ്റെ അകത്താ. തിബരിയാസ് കടൽക്കരയിൽ നിൽക്കുമ്പോ യേശു ആകുന്നു എന്ന് കണ്ടപ്പോ ഉടുതൂണി പോലും ഇല്ലാതെ ചാടിയവനാ. എന്തിനാ ചാടിയെന്നറിയോ? ഞാൻ ഈ വള്ളത്തെ പോകുന്നതിന്റെ ഒരു ഭാഷയാ. 16 ഭാഗം വെള്ളത്തിൽ 18 ഭാഗം വെള്ളം എന്നൊക്കെ ആ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഒരു 25 കിലോമീറ്റർ അപ്പുറത്ത് കടന്ന് മീൻ പിടിക്കുന്ന പത്രോസ് യേശുവാന്ന് കണ്ടപ്പോ ഉള്ള തുണി എല്ലാം ഇട്ടിട്ട് ചാടി. എന്തിനാന്നറിയോ? ഇവിടെ നിന്ന് മുങ്ങി അപ്പുറത്ത് പോയി പൊങ്ങാൻ. ഇത്രയും മുങ്ങാങ്കുഴിയിട്ട് പൊങ്ങാൻ അറിയുന്നവൻ എന്തിനാടാ താണപ്പ യേശു എന്ന് വിളിച്ചേ? ഇപ്പൊ പിടുത്തം കിട്ടിയോ? മനസ്സിലായില്ലേ? ഇതേ ഗലീലക്കടൽ എത്രയോ പ്രാവശ്യം മുങ്ങിയും പൊങ്ങിയും എക്സ്പീരിയൻസ് ഉള്ള പത്രോസെ ഇപ്പൊ എന്താ ഈ താണപ്പോ ഇങ്ങനെ ഒരു നിലവിളി? ജീവിതത്തിൽ ആദ്യമായിട്ട് പത്രോസ് ഒരു കാര്യം തീരുമാനിച്ചു. എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കഴിവും എല്ലാം ഞാൻ അടിയറ വെച്ചിട്ട് യേശുവെ നിന്ന് വിളിക്കാൻ പോവുകയാണ്. എനിക്ക് വേണമെങ്കിൽ കയറാം, എനിക്ക് വേണമെങ്കിൽ നീന്തി കയറാം, എനിക്ക് വേണമെങ്കിൽ നീന്തി കയറി അപ്പുറം വഴി പോകാം. പക്ഷെ ഞാൻ തയ്യാറല്ല. എൻ്റെ കഴിവും എൻ്റെ മിടുക്കും എൻ്റെ സാധ്യതകളും എല്ലാം ഞാൻ എന്നിൽ തന്നെ എല്ലാം ഒഴിവാക്കിയിട്ട് ഇന്ന് ഞാൻ യേശുവിന്റെ കൈപിടിച്ച് കയറാൻ പോകുക. ഇതാ വിശ്വാസം. ഇന്ന് നിന്റെ വിഷയങ്ങൾ, നിന്റെ കഴിവുകൾ, നിന്റെ പ്രാപ്തി എല്ലാം ഒന്ന് തകരട്ടെ, എല്ലാം ഒന്ന് വിട്ടുകൊട്. എന്നിട്ട് വിശ്വാസത്തോടെ പറ, കർത്താവേ, ഹല്ലേലൂയ. നമ്മുടെ കഴിവുകൾ മാറ്റ്, നമ്മുടെ അറിവുകൾ മാറ്റ്, നമ്മുടെ എക്സ്പീരിയൻസുകൾ മാറ്റ്. ഒരു പുതിയ വിശ്വാസത്തിന് ചുവട് വെക്കാൻ യേശുവെ എന്ന് വിളിച്ചേ. ഒരു പുതിയ വിശ്വാസത്തിന്റെ കാഴ്ചവട് വെക്കാൻ യേശുവേ എന്നെ വായിച്ച് അവൻ എന്ത് ചെയ്തു? മുങ്ങി തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു. കർത്താവേ എന്നെ. ഇതാ വിശ്വാസത്തിന്റെ അടുത്ത സ്റ്റെപ്പ്, അടുത്ത നിലവാരത്തിൽ കയറാൻ നിങ്ങൾ പറ, കർത്താവേ എന്നെ രക്ഷിക്കണമേ. യേശു എന്ത് ചെയ്തു?
യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അടുത്ത വാക്യം, അല്പവിശ്വാസിയെ. പിന്നെയും കേറി വരുന്നു ആ വാക്യം, അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. കിടക്കുന്നു പിന്നെയും സംശയം. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിക്കരുത്. ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ചയുടെ ബാക്കി കവർ ചെയ്ത് പോണം. സംശയിക്കരുത്. നീ എന്തിന് സംശയിച്ചു? അടുത്തത്, അവർ പടകിൽ കയറിയപ്പോൾ. അവരെവിടെ കയറി? പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. നീ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ മുക്കാൻ ഇതുവരെ വെല്ലുവിളിച്ച് നിന്നതൊക്കെ അമരും. Praise God. Praise the Lord. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകളും സ്വന്തം ബലമെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവേ എന്ന് വിളിച്ച് കരഞ്ഞ പത്രോസിനെ കൈനീട്ടി യേശു തൊട്ടു. ഇന്ന് ഞാൻ അതൊന്ന് തൊടും. അടുത്ത ദിവസം അവൻ കൈനീട്ടി തൊട്ടാൽ ആഴങ്ങൾ മാറും. അവൻ കൈനീട്ടി തൊട്ടാൽ എത്ര മുങ്ങിയവനും പൊങ്ങി വരും. അവൻ കൈനീട്ടി തൊട്ടാൽ ഏത് പരാജയപ്പെട്ടവനും വിജയത്തിലേക്ക് കയറും. അവൻ കൈ തൊട്ടാൽ തീർന്നു എന്ന് പറഞ്ഞവർ വീണ്ടും ഒരു മുന്നേറ്റത്തിലേക്ക് കയറി വരും. ഇന്ന് രാത്രി അവൻ തൊടാൻ പോകുക. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുക. അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുള്ള കല്ലുകൾ കൊണ്ടുവന്നാട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ഞാൻ സ്തോത്രം. ഒരു സെക്കൻഡ് ഒന്നിരുന്നേ. പ്രസംഗിക്കാനല്ല, ഒരു കാര്യം ഒന്ന് ചോദിക്കാൻ. കഴിഞ്ഞ 5-6 എല്ലാവരും പ്ലീസ് ഒന്നിരുന്നേ. എല്ലാവരും ഒന്നിരുന്നേ. 5-6 വർഷത്തിനകത്ത് പുതിയ വീടുകൾ ലഭിച്ചവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്ന്. പുതിയ വീടുകൾ പുതുക്കി പണിത് പുത്തൻ വീടുകൾ പണിതവർ, അല്ലെങ്കിൽ പുതിയ വീടുകൾ പണിയാൻ ഇട്ടവർ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരുന്നേ. പുതിയ വീടുകൾ പണിത് താമസമാക്കിയവർ. നിങ്ങൾ കാണും, നിങ്ങൾ നോക്ക്. വീട് ഇല്ലാതിരുന്നപ്പോ ഇതുപോലെ പ്രാർത്ഥിച്ചതാ. എനിക്കടക്കം ദൈവം വീടുകൾ തന്നു. ഇതിലെ മിക്ക വീടുകളും പ്രാർത്ഥിച്ച് ഇനാഗ്രേഷൻ നടത്തിയ ഞാനാ. പ്രാർത്ഥിച്ച് അതിനകത്ത് കയറിയത് ഞാനാ. ഇത്രയും ദൈവപുത്രന്മാർക്ക് സ്വന്തമായി വീടുകൾ, ഒന്നല്ല 2 വീടുകൾ. പ്രകാശമൻ 2 വീടില്ലേ അല്ലേ? പോയ വിനിൽ വേറുന്നില്ല. വിനിൽ 3 വീടില്ലേ? ഒരു വീട് പ്രാർത്ഥിച്ചവർ എത്രയോ വീടുകൾ ദൈവം തന്നു. ഇതാണ് നിങ്ങളുടെ വിശ്വാസം. ഈ കല്ലുകൾ ഇവിടെ വെക്കുമ്പോൾ അതിന് മുന്നോടിയായി ദൈവം ചെയ്യുമെന്നുള്ളതിന്റെ ഏക വിശ്വാസം ഇവിടെ നിൽക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വീടുകൾ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകൽ വിശ്വസിക്ക്. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് ചാടി കടലിൽ പോകാം എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അവിടെ ചർച്ചിന് വേണ്ടി ഒരു കല്ല്, അതേതാ? ഇതല്ലേ? ഓക്കെ. ആ പ്രിയ ബിനിൽ ഇന്ന് രാവിലെ തന്റെ ജോലിക്ക് വേണ്ടി ഷിപ്പിലോട്ട് പോയി. പോകുന്നതിന് മുമ്പ് തന്റെ ഫ്ലൈറ്റ്, എനിക്ക് തോന്നുന്നു 12 മണിക്കാ ഫ്ലൈറ്റ്. പോകുന്നതിന് മുൻപ് താനൊരു കല്ല് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, ഇത് പുതിയ ചർച്ച് പണിയാനുള്ള കല്ല. ആമേൻ. നോക്കിക്കേ, കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് ആ വിശ്വാസം ജനത്തിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഒരു ഹല്ലേലൂയ കോറസ് ഒന്ന് പാടി, ഒന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. കൊയറ് ഒരു 2 സെക്കൻഡ് ഒരുമിച്ച് പാടാൻ പോകുക. ഒരുമിച്ചൊന്ന് തമ്പുരാനെ ആരാധിക്കാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്നു ഈ കല്ലുകൾ പ്രാർത്ഥിച്ച് നമ്മൾ ഇന്ന് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കും. ഈ വീട് പണികൾ തുടങ്ങും.
ഈ വീടുകൾ പ്രാർത്ഥിച്ച് നമ്മൾ ഇനാഗ്രേഷൻ നടത്തും. വിശ്വസിക്കുന്നുണ്ടോ? വെച്ചോ. ആമേൻ. വിശ്വാസത്താൽ കൊണ്ടുവന്ന് വെക്ക്. ഇന്ന് ഇതൊരു അത്ഭുതമായി പരിണമിക്കുക. എന്ത് നാം വിശ്വസിക്കുന്നോ അത് ചെയ്യാൻ പോകുക. എല്ലാവരും അല്പസമയം ഒന്ന് തമ്പുരാനും ഒന്ന് മഹത്വം കൊടുത്ത് കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ. എല്ലാ കാര്യങ്ങളെ ഉയർത്താവേ. സ്വർഗീയ നല്ല അപ്പച്ച, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു. നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ചാടി കടലിൽ പോകാം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്തു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഇതൊരു അടയാളമാണ്, ഇതൊരു അടയാളമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതങ്ങൾക്ക്, അടയാളങ്ങൾക്ക് ആരംഭം കുറിച്ച നല്ല കർത്താവേ, ഇന്ന് ഈ ആലയത്തിന്റെ പുൽപ്പിറ്റിൽ
നിരത്തി പിടിച്ചിരിക്കുന്ന ഈ കല്ലുകൾക്കായി നന്ദി. ഇത് അടിസ്ഥാന കല്ലായി, ഇത് മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർത്ത് പണിയുന്ന ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കല്ലുകളായി പണിയപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമേ, ദൈവം കൃപ ചെയ്യണമേ. ഞങ്ങൾ ഈ എണ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ എണ്ണ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കുന്നു. ഇത് ഞങ്ങൾ ഒഴിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യാക്കോബ് ഒരു കല്ലെടുത്ത് നാട്ടി എണ്ണ ഒഴിച്ച് അതിൽ പ്രാർത്ഥിച്ചു, ബേഥേൽ എന്ന് പേരിട്ടു. അതങ്ങനെ സംഭവിച്ചെങ്കിൽ ഞങ്ങൾ ഇതിനെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ.